ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ചർച്ചയിൽ പാനലിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ശ്രീ രമേശ് ചെന്നിത്തലയുമായി അല്പസമയം അദ്ദേഹം അല്പനേരമേ നമ്മുടെ ചർച്ചയിലുള്ളൂ. അതല്ലാതെ ചർച്ചയിൽ പ്രതിനിധികളായി കോൺഗ്രസിൽ നിന്നും അബിൻ വർക്കിയും അഡ്വക്കേറ്റ് കെ എസ് എൻകുമാർ CPM-ൽ നിന്നും MT രമേശ് BJP-യിൽ നിന്നും N ഷംസുദ്ദീൻ മുസ്ലിം ലീഗിൽ നിന്ന് എന്നിവരാണുള്ളത്. ആദ്യം ഞാൻ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് അല്പനേരം. ശ്രീ രമേശ് ചെന്നിത്തല, ആദ്യം ഈ ഗംഭീര വിജയത്തിന് ആദ്യം ഒരു വലിയ അംഗീകാരം കേരളം നൽകിയിരിക്കുന്നു. അതിൽ അഭിനന്ദനങ്ങൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അങ്ങേക്കും അങ്ങടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് ഓരോ ജില്ലയുടെ ചുമതലയായിരുന്നല്ലോ. അപ്പോൾ ജില്ലയുടെ ചുമതല എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരുന്നു നിങ്ങൾ മുന്നോട്ട് വെച്ച പ്രവർത്തനം? കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഴയ രീതികൾ മാറ്റിക്കൊണ്ട് ഒരു പുതിയ രീതിയിലുള്ള പ്രചാരണ രീതിയാണ് നിങ്ങൾ കൈക്കൊണ്ടത്. അതെങ്ങനെയാണ് അടിത്തട്ടിൽ വലിയ ഇളക്കമുണ്ടാക്കിയത്? തീർച്ചയായിട്ടും 2010 ഞാൻ KPC പ്രസിഡന്റ് ആയിരുന്ന കാലം മുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊരു പുതിയ രീതിയാണ് അവലംബിച്ചത്. ആ പുതിയ രീതി വളരെ ഫലപ്രദമായിരുന്നു. കാരണം അന്ന് മുതലാണ് പഞ്ചായത്ത് ഗ്രാമ വാർഡുകളിൽ പ്രവർത്തകന്മാർ ചേർന്ന സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. പണ്ടെല്ലാം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലോ ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിലോ ഇരുന്ന സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന പതിവ് ശൈലി മാറി നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാർ വാർഡുകളിൽ നിൽക്കേണ്ട സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന ഒരു ശൈലി കൊണ്ടുവന്നു. അതുമാണ് 2010 ഒരു ഉജ്ജ്വലമായ വിജയം അന്ന് നേടിയത്. ഇവിടെ പറഞ്ഞത് ശരിയാണ്. അതിനുശേഷം 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വിജയം ഉണ്ടാകുന്നത്. കഴിഞ്ഞ തവണ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. വളരെയേറെ പ്രയാസകരമായ ഒരു കാലത്താണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നത്. അത് അതിൻ്റെതായ പോരായ്മകൾ ഞങ്ങൾക്കുണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ കണ്ടത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിനുള്ള ഒരു വേദി ഒരുക്കണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് വളരെ താഴെത്തട്ട് ഇപ്പം ഞാൻ എറണാകുളം, ഞാൻ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ചുമതല ഏറ്റെടുത്തു. മാത്രമല്ല കോഴിക്കോട് ജില്ലയിലെ പ്രവർത്തനങ്ങളുമായി പൂർണ്ണമായും അതിൻ്റെ ചുമതല ഏറ്റെടുത്ത് നിൽക്കുകയായിരുന്നു. അതുപോലെ പ്രതിപക്ഷ നേതാവ് കൊച്ചി കോർപ്പറേഷൻ, ശ്രീ K സുധാകരൻ കണ്ണൂർ കോർപ്പറേഷൻ, VS ശിവകുമാർ കൊല്ലം കോർപ്പറേഷൻ, K മുരളീധരൻ തിരുവനന്തപുരം കോർപ്പറേഷൻ, ശ്രീ റോജി ജോൺ തൃശ്ശൂർ കോർപ്പറേഷൻ, പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളിൽ മുതിർന്ന നേതാക്കന്മാർ ചുമതല ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് ചെയ്തത്. ഞങ്ങളത് എല്ലാവരും അതിനകത്ത് ഞാൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നു, ചുമതല ഏറ്റെടുത്തവരെല്ലാം വളരെ കൃത്യമായി തന്നെ അവരുടെ ആ ചുമതല നിറവേറ്റുകയുണ്ടായി. അപ്പോൾ കോൺഗ്രസിനകത്ത് ഇത്രയും ഐക്യമുണ്ടായ ഒരു കാലം ഉണ്ടാവില്ല. UDF-നകത്ത് ഐക്യമുണ്ടൊരു കാലം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ റിബലുകൾ വളരെ കുറവായിരുന്നു. സാധാരണഗതിയിൽ ജനാധിപത്യ പാർട്ടികളിൽ റിബലുകൾ കൂടാറുണ്ട്. ഇത്തവണ റിബലുകളില്ലാതെ വളരെ കുറച്ച് മാത്രമേ റിബലുകൾ ഉണ്ടായിരുന്നുള്ളൂ. അവരെ തന്നെ പലപ്പോഴും ഞങ്ങൾ സംസാരിച്ച് അങ്ങനെയുള്ള ആളുകളെ പിൻവലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഗവൺമെന്റിനെതിരെയുള്ള കുറച്ച് ആളുകളെ മാത്രം. ഇപ്പം കോഴിക്കോട് ജില്ലയിൽ 3 റിബലേ ഉള്ളായിരുന്നു. 3 റിബല്. പണ്ടൊക്കെ ആരും 30, 40, 50 പേരെ പുറത്താക്കേണ്ടി വരുക, അല്ലെങ്കിൽ 100 പേരെ പുറത്താക്കി. ഇപ്പം 3 റിബലായിരുന്നു. അപ്പം കാരണം അത് വളരെ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഞങ്ങൾ ഏറ്റെടുക്കുകയുണ്ടായി. ഞങ്ങൾ ഓരോരുത്തരും അതിൻ്റെ ചുമതല ഏറ്റെടുക്കുകയുണ്ടായി. അപ്പം അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ പരസ്പരമുള്ള നേതാക്കന്മാരുമായി കൂടിയാലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലി കൂടി ഞങ്ങൾ സ്വീകരിക്കുകയുണ്ടായി. അത് സംഘടനാപരമായ കാര്യം. രണ്ടാമത്, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം UDF-ന് വളരെ അനുകൂലമാണ്. അത് മനസ്സിലാകാത്ത ഒരേ ഒരാളെ ഉള്ളായിരുന്നു, ശ്രീ പിണറായി വിജയനും MV ഗോവിന്ദനും. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തിദുർഗങ്ങളിൽ പോലും UDF വിജയിച്ചതിൻ്റെ കാരണം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധാരാളം പ്രവർത്തകന്മാർ UDF-ന് വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഗവൺമെൻറ് ഇനി തുടർന്നാൽ ഇവിടെ പാർട്ടി ഉണ്ടാവില്ല, കമ്മ്യൂണിസം ഉണ്ടാകില്ല എന്നുള്ള ചിന്ത അത് പ്രേരണയായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ശ്രീ രമേശ് ചെന്നിത്തല, യഥാർത്ഥ കാരണം നിങ്ങളുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? കാരണം ഈ ഫലം വന്നതിന് തൊട്ടു പിന്നാലെ അങ്ങടക്കമുള്ള നേതാക്കൾ ആദ്യം പറഞ്ഞ ഒരു കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. അതാണോ യഥാർത്ഥ പ്രധാനപ്പെട്ട കാരണം, അതോ ഭരണവിരുദ്ധ വികാരമാണോ? ഭരണവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളുണ്ടല്ലോ. അപ്പോൾ എന്താണ് ആദ്യം പ്രതിഫലിച്ചതായി നിങ്ങൾ കരുതുന്നത്? അതിൻ്റെയൊക്കെ വരാം. ഒന്ന് ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ്.
10 വർഷത്തെ ഈ ഭരണത്തിൽ ജനങ്ങൾ അസ്വസ്ഥരാണ്. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. കേരളത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആരംഭിച്ച സമയത്ത് തന്നെ ഞാൻ റിപ്പോർട്ടർ അടക്കമുള്ള ചാനലുകളോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. UDF അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം രൂപപ്പെട്ടു വരുന്നു. അത് വളരെ കറക്റ്റായിരുന്നു. 2010 ഉണ്ടായ തെരഞ്ഞെടുപ്പ് വിജയത്തിന് അടുത്തെത്താൻ കഴിഞ്ഞു. അതൊരു വലിയ കാര്യമാണ് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ. മാത്രമല്ല, ശബരിമല ഒരു ഇഷ്യൂ തന്നെയായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോടാനുകോടി വരുന്ന ഭക്തജനങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിച്ച ഒരു സംഭവമാണ്. അവിടുത്തെ സ്വർണം അടിച്ചുകൊണ്ട് പോവുക, ഉത്തരവാദികളായ 2 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുക, അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പോലും തയ്യാറാകാതിരിക്കുക, അവരെ പരോക്ഷമായി സംരക്ഷിക്കുക, ഈ നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചതിൽ അതൃപ്തിയുള്ള ജനങ്ങൾ ഇവിടെ ഉണ്ട്. അതുമാത്രമല്ല, കഠിനമായ വിലക്കയറ്റം, തൊഴിലില്ലായ്മ അടക്കമുള്ള സാധാരണ ജനങ്ങൾ ഗവൺമെൻറ്റിന് പ്രതീക്ഷിക്കുന്ന ഒരു നടപടിയും സ്വീകരിക്കാത്തതും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നുള്ളതൊരു സത്യമാണ്. മാത്രമല്ല, വർഗീയത ഏറ്റവും കൂടുതൽ ആളിക്കത്തിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വർഗീയതയായിരുന്നെങ്കിൽ ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ ആളിക്കത്തിക്കാനാണ് ശ്രമിച്ചത്. മാറി മാറി ഓരോ തെരഞ്ഞെടുപ്പിലും വർഗീയ പ്രീണനം നടത്തുന്നത് തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിഞ്ഞു. അതും ഒരു വലിയ ഘടകം തന്നെയായിരുന്നു. ഈ ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം എന്നുള്ളത് ആവർത്തിച്ച് മുഖ്യമന്ത്രി മുഖാമുഖം പരിപാടി അദ്ദേഹം 5 ഇടത്ത് നടത്തി. എല്ലാ വാർത്താ സമ്മേളനങ്ങളും, എല്ലാ മീറ്റ് ദ പ്രസിലും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധമാണ്. അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുകയാണോ ചെയ്തത് ആ പ്രചാരണം? അത് ടാക്ടിക്സ് ആണ്. ഇത് 10-45 വർഷക്കാലം ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയ ഒരു പാർട്ടിയാണ് CPM. മുഖ്യമന്ത്രി തന്നെ അത് അവരുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. PDP നേതാവ് അബ്ദുൽ നാസർ മദനിയെ 3 മണിക്കൂർ പൊന്നാനിയിൽ കാത്തിരുന്ന ശ്രീ പിണറായി വിജയനെ കേരളം മറന്നിട്ടില്ല. അപ്പോൾ ഇത് ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഭൂരിപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി മാറണം. അതിനു വേണ്ടിയിട്ട് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമാണ് മാറി 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 ജമാഅത്തെ ഇസ്ലാമി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഇവിടെ ചെലവായില്ല എന്നുള്ളതാണ് സത്യം. അടുത്ത വിഷയം, അതിന്റെ യഥാർത്ഥ കാരണം അടുത്ത വിഷയം രാഹുൽ മാങ്കൂട്ടം വിഷയം. അങ്ങിപ്പോ പറഞ്ഞതുപോലെ ഒറ്റക്കെട്ടായുള്ള പ്രചാരണം ഗുണം ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് എപ്പോഴും വ്യത്യസ്ത സ്വരങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണോ? നിങ്ങളുടെ ഒരു ജനാധിപത്യ സംവിധാനം എന്ന നിലയ്ക്കും അതിനെ കാണുന്നുണ്ട്. പക്ഷേ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്ത പ്രതികരണങ്ങൾ മുതിർന്ന നേതാക്കളിൽ നിന്ന് വരുന്നത് തന്നെ ദോഷം ചെയ്യും. എന്തോ നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അതങ്ങനെ പ്രതിഫലിച്ചില്ല. രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കി എന്ന് പറയുമ്പോഴും വീണ്ടും തിരിച്ചു വിളിക്കാനുള്ള ശ്രമങ്ങളാണോ ചില നേതാക്കൾ നടത്തുന്നത് എന്ന ചില പ്രതികരണങ്ങൾ തോന്നിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇക്കാര്യത്തിലൊരു സമീപനം? അല്ല, അതൊക്കെ വെറും തോന്നലുകൾ മാത്രമാണ്. രാഹുൽ മാങ്കൂട്ടത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതും, അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റിയതും, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതും, പാർട്ടിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തതും ഏകകണ്ഠമായ തീരുമാനമാണ്. എല്ലാ നേതാക്കളുമായി കൺസൾട്ട് ചെയ്തിട്ട് ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട അനുമതി വാങ്ങിയ ശേഷമാണ് KPCC പ്രസിഡന്റ് ഈ തീരുമാനമെടുത്തത്. പാർട്ടിയിൽ 2 അഭിപ്രായം ഈ കാര്യത്തിൽ ഇല്ല. പിന്നെ പാർട്ടിയിൽ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു ഐക്യമുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പിന്നെ നിങ്ങൾ മൈക്ക് വെക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതല്ലല്ലോ പാർട്ടി തീരുമാനം. പാർട്ടി KPCC പ്രസിഡന്റ് എല്ലാ നേതാക്കളുമായി കൺസൾട്ട് ചെയ്ത് AICCയുമായി ബന്ധപ്പെട്ട് അനുവാദം വാങ്ങിയാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂ ഇപ്പോൾ പാർട്ടിയുടെ മുമ്പിലില്ല. കാരണം അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനോട് മറുപടി പറയേണ്ട സാങ്കത്യം ഇപ്പോൾ ഇല്ല എന്നുള്ളത് ശരി. നിങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഇനി മുന്നണി വിപുലീകരിക്കും, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും കൂടുതൽ കക്ഷികൾ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ളൊരു സാഹചര്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ആരെയാണോ ക്ഷണിക്കാൻ പോയിരുന്നത്, ഇനി അവരെ ക്ഷണിക്കേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യം കൂടി അവിടെ നിൽക്കുകയല്ലേ? പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗം അവരിപ്പോൾ പാലായിൽ തകർന്നു വീണു, ഇടുക്കിയിൽ തകർന്നു വീണു, കോട്ടയത്തെ കാഴ്ചയും ദയനീയമാണ്. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് ഇനി മുന്നിൽ കാണുന്നത് കേരള കോൺഗ്രസ് എമ്മുമായി ബന്ധപ്പെട്ട്? അവർ കേരള കോൺഗ്രസ് എം ഇടതുപക്ഷ മുന്നണിയിൽ നിൽക്കുന്ന ഒരു കക്ഷിയാണ്. അവരെ ഇപ്പോൾ ഞങ്ങളോടൊപ്പം വരാമെന്നോ അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം ചേരണമെന്നോ ആഗ്രഹം പ്രകടിപ്പിക്കാത്തടത്തോളം കാലം ഞങ്ങളൊരു ചർച്ചയ്ക്ക് ഇപ്പോൾ പോകുന്നത് അത് ശരിയായ നടപടിയല്ല. അതായത് മുൻകൈ എടുക്കില്ല, നിങ്ങൾ മുൻകൈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം
ഞങ്ങൾ മുൻകൈ എടുക്കണമെങ്കിൽ ഒലിവ് ബ്രാഞ്ച് എവിടെന്നെങ്കിലും ഉണ്ടാവണമല്ലോ. ആ ഒലിവ് ബ്രാഞ്ച് ഇപ്പൊ ഇല്ലല്ലോ. തന്നെയുമല്ല, കേരളത്തിലെ ജനങ്ങൾ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് ആഗ്രഹിക്കുന്നു, ഒരു ഭരണമാറ്റത്തിന് ആഗ്രഹിക്കുന്നു. അത് കക്ഷികൾ മാത്രമല്ലോ, ജനങ്ങൾ മൊത്തത്തിൽ ഈ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജനങ്ങൾ പൊതുവെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ജനങ്ങൾ ഈ ഗവൺമെന്റിന്റെ നടപടികളിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു. ശബരിമലയിൽ തന്നെ ഇത്രയും വലിയ കൊള്ള നടത്തിയ ആളുകളെ പാർട്ടിന്ന് പുറത്താക്കാൻ പോലും തയ്യാറല്ല. മുഖ്യമന്ത്രി വോട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നടത്തിയ ഒരു പ്രതികരണത്തെപ്പറ്റി ഞാനത് ചോദ്യം ചെയ്യുകയുണ്ടായി. അദ്ദേഹം തന്നോടൊപ്പം നിൽക്കുന്ന ശ്രീലമ്പടന്മാരെ മറന്നിട്ടാണ് ഞങ്ങൾ നടപടിയെടുത്ത ആളുകളെ പറ്റി സംസാരിക്കുന്നത്. ഇത് ജനങ്ങൾ എന്താ പൊട്ടന്മാരാണോ? കേരളത്തിലെ ജനങ്ങൾ വിവരമില്ലാത്തവരാണോ? സ്വന്തം മന്ത്രിസഭയിൽ സ്ത്രീപീഡന കേസുകൾ പ്രതിയായിട്ടുള്ള ആളുകളുണ്ട്, അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ട്, അദ്ദേഹത്തിൻ്റെ പാർലമെന്ററി പാർട്ടിയിലുണ്ട്. അതൊന്നും കാണാതെ ഞങ്ങളെ മാത്രം കുറ്റക്കാരാക്കി ചിത്രീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ആ നടപടി കേരളത്തിലെ ജനങ്ങൾക്ക് ദഹിക്കുന്ന ഒന്നല്ല. അപ്പം ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കക്ഷിയല്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാലാകാലങ്ങളിൽ UDF-നെ പിന്തുണച്ചുകൊണ്ടിരുന്ന ജനവിഭാഗങ്ങൾ ഞങ്ങളോടൊപ്പം എത്തുക എന്നുള്ളതാണ്. ഒരു പരിധി വരെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടുകൂടി അവരെത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കൂടുതൽ ജനങ്ങളെ എത്തിക്കാൻ, കൂടുതൽ വ്യക്തികളെ എത്തിക്കാൻ, ജനങ്ങളെ എത്തിക്കാനുള്ള ശ്രമമായിരിക്കും UDF കൂടുതലായി നടത്താൻ പോകുന്നു. BJP-യുടെ വളർച്ച അങ്ങ് എങ്ങനെ കാണുന്നു? BJP എല്ലായിടത്തേക്കും പടർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പാലക്കാടായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ ആയാലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരിക്കുന്നു. തിരുവനന്തപുരത്ത് BJP-യുടെ വളർച്ചയെ ഞാൻ ആശങ്കയോടെ തന്നെയാണ് കാണുന്നത്. കേരളം ഒരു മതനിരപേക്ഷ സംസ്ഥാനമാണ്. മതേതര വിശ്വാസികൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. ഇവിടെ വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണിതെല്ലാം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ പലപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ സമീപനമാണ് ഇവർക്ക് വളം വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന നിയോജക മണ്ഡലം അടക്കം ജില്ലയടക്കം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വോട്ടുകളാണ് CPM-ലേക്ക് പോയത്. ഇത്തവണയും ഇവിടുത്തെ മുനിസിപ്പാലിറ്റികൾ പരിശോധിച്ചാൽ 3-ാം സ്ഥാനത്തേക്ക് CPM പോവുകയാണ്. 1-ാം സ്ഥാനത്ത് UDF വരുമ്പോൾ 2-ാം സ്ഥാനത്ത് BJP വരുന്നു. 3-ാം സ്ഥാനത്തേക്ക് LDF വരുന്നു. അപ്പം ഇവരുടെ വോട്ടുകൾ ചോർന്നു പോകുന്നത് ഇവർക്ക് കാണാൻ കഴിയുന്നില്ല. ഇവരുടെ വികലമായ നയങ്ങളാണ് BJP-യെ സഹായിക്കുന്നത്. ഇതാണ് സത്യം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയത്തെ ഞങ്ങൾ ആശങ്കയോടെ കാണുന്നു. അത് തടയാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ UDF തീർച്ചയായും ആലോചിച്ച് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. അവസാനമായി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം ഏത് രൂപത്തിലായിരിക്കും? ഇനി അങ്ങോട്ട് അടുത്ത വിഷയമായി നിങ്ങൾക്കിടയിൽ വരാനുള്ളത് മുഖ്യമന്ത്രി ആരാണ്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതാണല്ലോ. അതിൽ നേതാക്കൾ തമ്മിൽ ഒരു തർക്കവും അല്ലെങ്കിൽ ഒരു ഭിന്നിപ്പൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇപ്പോൾ തന്നെ പല പേരുകളാണ് വരുന്നത്. ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത 5 മാസത്തിനുള്ളിൽ എത്തണം. അതെത്താൻ വേണ്ടിയിട്ടുള്ള നടപടികളായിരിക്കും ഇനി ഞങ്ങൾ ആരംഭിക്കുന്നത്. പാർട്ടി ഒരു മനസ്സോടെ, പ്രവർത്തകരും ജനങ്ങളും ഒരു മനസ്സോടെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ചുമതല. തീർച്ചയായും ഒരു മനസ്സോടെ ആയിരിക്കും കേരളത്തിലെ കോൺഗ്രസും UDF-ഉം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അതിനകത്ത് ഏതെങ്കിലും ഒരു സ്ഥാനത്തെ സംബന്ധിച്ചുള്ള തർക്കം ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റും വിളിച്ച യോഗത്തിൽ വെച്ച് അതെല്ലാം വളരെ വ്യക്തമായി തീരുമാനമെടുത്തിട്ടുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ മുഖ്യമന്ത്രി ആരാണ് അല്ലെങ്കിൽ വേറെ എങ്ങനെ സ്ഥാനം ആർക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതുവരെ ഇതൊരു ചർച്ചാ വിഷയമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾ എത്ര ചർച്ച ചെയ്യാൻ ശ്രമിച്ചാലും ഞങ്ങൾക്കതൊരു ചർച്ചയല്ല. ഞങ്ങൾ ഏക ലക്ഷ്യം കേരളത്തിൽ ഈ ദുർഭരണത്തിൽ നിന്ന് കേരള ജനതയെ രക്ഷിക്കുക. ഈ 10 വർഷത്തെ തുടർഭരണത്തിലൂടെ ജനങ്ങൾ അനുഭവിക്കുന്ന യാതനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കുക. വികസനമില്ലാതെ ഏകാധിപത്യവും സ്വച്ഛാധിപത്യവും നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിനെ പുറത്താക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ജനങ്ങൾ നൽകിയിരിക്കുന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വിധി ഞങ്ങൾ വിനയത്തോടെ സ്വീകരിക്കുന്നു. ഞങ്ങൾ ഒരിക്കലും അഹങ്കരിക്കാതെ ജന നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി തുടരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
ശരി, വളരെ നന്ദി ശ്രീ രമേശ് ചെന്നിത്തല ഈ ആദ്യഘട്ടത്തിൽ അങ്ങ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഞാൻ ബാക്കി അതിഥികളിലേക്ക് പോവുകയാണ്. ശരി, ഞാൻ എം ടി രമേശിലേക്ക് പോകുന്നു. ശ്രീ എം ടി രമേശ്, ബി ജെ പിക്കും വലിയ നേട്ടമാണല്ലോ, എല്ലായിടത്തും ബി ജെ പി പടർന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് പാലക്കാട് നിലനിർത്തുന്നു എന്ന് പറയുമ്പോൾ ഒറ്റകക്ഷിയായിരിക്കുന്നു, ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരിക്കുന്നു, പക്ഷേ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നുമില്ല. ഇപ്പോഴത്തെ തിരുവനന്തപുരത്തും തലസ്ഥാനത്തും ഒരു സ്വതന്ത്രന്റെ പിന്തുണ കിട്ടിയാൽ നിങ്ങൾ ഭരിക്കും. ആ സ്വതന്ത്രന്റെ പിന്തുണ നിങ്ങൾ എങ്ങനെയായാലും നേടിയെടുക്കുകയും ചെയ്യും. ശ്രീ എം ടി രമേശ്, നിങ്ങളുടെ ഈ നേട്ടത്തിന് കാരണം എന്നാണ് വിലയിരുത്തൽ? കേരളത്തിലെ ഈ പ്രാവശ്യം നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളം ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ബി ജെ പിക്കും നല്ല മുന്നേറ്റമുണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒന്ന്, കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജനവികാരമുണ്ടായിരുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ കുറേ കാലത്തിനിടയിൽ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഇത്രയും വലിയ ജനവികാരം ഉണ്ടാകുന്നത് കുറേ കാലത്തിന് ശേഷം ആദ്യമായിട്ട് നാം കാണുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഫലപ്രദമായിട്ട് പ്രതിഫലിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് സ്വാഭാവികമായിട്ടും കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം എന്ന നിലക്ക് അതിന് അഡ്വാൻറ്റേജ് UDF-ന് കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ അതോടൊപ്പം ബി ജെ പിക്ക് സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ബി ജെ പിക്ക് അനുകൂലമായിട്ട് പ്രതിഫലിപ്പിക്കാനും ഞങ്ങൾക്ക് വേണ്ടി സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളെല്ലാം, അത് കോഴിക്കോടായാലും കണ്ണൂരായാലും തൃശ്ശൂരായാലും എറണാകുളമായാലും കൊല്ലത്തായാലും തിരുവനന്തപുരത്തായാലും ഞങ്ങളുടെ നിലവിലുള്ള സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. അത് ചില സ്ഥലത്ത് നാമമാത്രമായ വർധനവായിരിക്കാം, തിരുവനന്തപുരത്ത് അതിൻ്റെ അൾട്ടിമേറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു. പ്രധാനപ്പെട്ട നഗരസഭകളിലൊക്കെ തന്നെ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. ഗ്രാമപഞ്ചായത്തുകൾ വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഒരുപാട് സീറ്റുകൾ എണ്ണം കൂടി, ഞങ്ങൾക്ക് അധികാരത്തിലെത്താൻ സാധിക്കുന്ന പഞ്ചായത്തുകളുടെ എണ്ണം കൂടി, അതുപോലെ തന്നെ വിജയിച്ചിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ എണ്ണം കൂടി. അപ്പോൾ കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് മുന്നണികൾക്കും എതിരായിട്ടുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള രാഷ്ട്രീയമാണ് ബി ജെ പിയുടേത്, വിജയസാധ്യതയുള്ള രാഷ്ട്രീയമാണ് ബി ജെ പിയുടേത് എന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ആർജിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വിജയത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. മറ്റൊന്ന്, ഈ പ്രാവശ്യം കേരളത്തിലൊരു പ്രത്യേകത, ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പ്രചരണത്തിനാണ് ബി ജെ പി നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ ഓരോ പ്രാദേശിക ഭരണസമിതികളുടെയും അഴിമതിയെക്കുറിച്ച്, പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ച്, പ്രാദേശിക ഭരണസമിതിയുടെ വികസനമില്ലായ്മയെക്കുറിച്ച്, പൊതുവെ കേരളത്തിൻ്റെ വികസന തകർച്ചയെക്കുറിച്ച്, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എങ്ങനെയാണ് കേരളത്തിൽ അട്ടിമറിക്കപ്പെടുന്നത്, ഇങ്ങനെയുള്ള ജനങ്ങളെ ഏറ്റവും അടുത്തു ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിലുടനീളം ജനങ്ങളുമായിട്ട് സംവദിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പം ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞൊരു 6 മാസക്കാലമായിട്ട് സംഘടിതമായിട്ടുള്ള പ്രവർത്തനമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വെല്ലുവിളികൾ ഏറെ ഉണ്ടായിരുന്നു. ഒന്ന്, ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഞങ്ങൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര തലത്തിൽ ഒരു ദേശീയ തലത്തിലുണ്ടായിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് കേരളത്തിൽ വോട്ട് വർദ്ധിപ്പിക്കുമ്പോഴും ഓരോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും വലിയ മുന്നണികളെ പതിറ്റാണ്ടുകളായിട്ട് ജയിക്കുകയും ഭരിക്കുകയും ചെയ്ത് പഴക്കവും പാരമ്പര്യമുള്ള വലിയ നേതൃത്വ നിരയാണ് രണ്ട് മുന്നണികൾക്കും പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളൊക്കെ ഉള്ളത്. ആ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും വലിയ മുന്നണികളോട് പ്രാദേശിക തലത്തിൽ എതിരിട്ട് ജയിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ ആസൂത്രിതമായ പരിശ്രമത്തിൻ്റെ ഭാഗമായി ആ വെല്ലുവിളികളെ അതിജീവിക്കാൻ സാധിച്ചതുകൊണ്ട് കേരളത്തിലെ ഏതാണ്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പ്രാതിനിധ്യം ഉറപ്പിച്ചുകൊണ്ട് ഒരു തേർഡ് ഓൾട്ടർനേറ്റീവിന് കേരളത്തിൽ സാധ്യതയുണ്ട് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ പ്രാവശ്യം ഉണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഞങ്ങൾ വിലയിരുത്തുന്നത്. പാലക്കാട് നിങ്ങൾ തുടർ ഭരണം ആഗ്രഹിക്കുമ്പോഴും ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുന്നു, പക്ഷേ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിട്ടുമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാഴ്ച. അവിടെ അപ്പോൾ കോൺഗ്രസിൽ നിന്നും ചില മുതിർന്ന നേതാക്കൾ പറയുന്ന ഒരു കാര്യം, BJP അകറ്റാൻ LDF-ഉമായി അല്ലെങ്കിൽ നമുക്ക് കൈകോർക്കേണ്ടതുണ്ട് എന്ന രൂപത്തിലുള്ള പ്രതികരണം വരുന്നു. എത്രത്തോളം CPM അതിൽ തയ്യാറാകുമെന്നറിയില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ BJP എങ്ങനെ കാണുന്നു? അത് വെറും സാങ്കേതികം മാത്രമാണല്ലോ. കാരണം പാലക്കാട്ട് ജനങ്ങൾ എന്താണ് ആഗ്രഹിച്ചത്? ഞങ്ങൾക്ക് കുറവുണ്ട് എന്ന് പറയുന്ന 2 സീറ്റിൻ്റെ കുറവാണ്. പാലക്കാട്ട് ജനങ്ങൾ ആഗ്രഹിച്ചത് BJP-യുടെ ഭരണം നിലനിൽക്കണമെന്നുള്ളതാണ്. അവിടുത്തെ രണ്ടാമത്തെ കക്ഷിയായിട്ടുള്ള UDF ഞങ്ങളെക്കാൾ ബഹുദൂരം പുറകിലാണ്. ഞങ്ങൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ പാലക്കാട് BJP ഭരിക്കും. കോൺഗ്രസിനെ അല്ലല്ലോ ആഗ്രഹിച്ചത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസും CPM ഒരുമിച്ച് മത്സരിച്ചാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ആഗ്രഹിച്ചത് പാലക്കാട്ട് ഞങ്ങൾ ഭരിക്കണമെന്നാണ്, തൃപ്പൂണിത്തുറ ഞങ്ങൾ ഭരിക്കണമെന്നാണ്. ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഇവർ ഓൾറെഡി അവിശുദ്ധ സഖ്യം പലയിടത്തും രൂപപ്പെട്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾ ജയിക്കാൻ സാധ്യതയുള്ള പല വാർഡിലും ഞങ്ങൾ തോറ്റുപോയിട്ടുള്ളത് LDF-ഉം UDF-ഉം ഒരുമിച്ച് നിന്നുകൊണ്ടാണ്. ഇവർ രാഷ്ട്രീയമായിട്ടുള്ള സത്യസന്ധത കാണിച്ചുകൊണ്ട് മത്സരിച്ചിരുന്നുവെങ്കിൽ
BJPക്ക് ഇതിനേക്കാൾ കൂടുതൽ സാധ്യതയുണ്ടാകുമായിരുന്നു. അപ്പം ഓൾറെഡി തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അതിന് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷവും അത് ചെയ്യാൻ UDFും കോൺഗ്രസും CPIഎമ്മും ശ്രമിച്ചാൽ അത് ജനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. ആ അവിശുദ്ധ സഖ്യത്തെ തിരിച്ചറിയാനൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ശരി, അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ഈ പരാജയത്തെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ പരാജയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോർപ്പറേഷനുകൾ മാത്രമല്ല, ഗ്രാമപഞ്ചായത്തുകൾ നിങ്ങളെ എല്ലാ കാലത്തും തുണച്ചിട്ടില്ല, ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടാത്ത ഗ്രാമപഞ്ചായത്തുകളിൽ 500-ലേറെയാണ് ഇപ്പോൾ UDF നേടിയിരിക്കുന്നത്. ഒരു വലിയ കണക്കാണ്. അപ്പോൾ എവിടെയാണ് എങ്ങനെയാണ് നിങ്ങൾ അടിപതറിയത്? അതിനുള്ള കാരണങ്ങൾ എന്താണ് നിങ്ങളുടെ വിലയിരുത്തൽ? അവസാനത്തെ 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 2015-ലും 2020-ലും വളരെ മികച്ച വിജയമാണ് ഇടതുപക്ഷത്തിന് നേടാൻ കഴിഞ്ഞത്. സാധാരണ ആരാണോ കേരളം ഭരിക്കുന്ന മുന്നണി, ആ മുന്നണിക്കെതിരെ വോട്ട് ചെയ്യുന്ന ഒരു ചരിത്രമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്കുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച വിജയം നേടാൻ കഴിഞ്ഞു. ഞങ്ങൾ അത്തരത്തിലൊരു വിജയം തന്നെയാണ് ഇത്തവണയും പ്രതീക്ഷിച്ചത്. എന്നാൽ അപ്രതീക്ഷിതമായി ഞങ്ങൾക്ക് ആ ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അതിന്റെ ഗൗരവത്തോടെ തന്നെ ഞങ്ങൾ അതിന്റെ പരിശോധന നടത്തും. എവിടെയാണ് കുറവുകൾ വന്നത്? പ്രത്യേകിച്ച് പഞ്ചായത്തുകൾ എന്ന് പറഞ്ഞാൽ പ്രാദേശിക ഭരണകൂടങ്ങളാണ്. ആ പ്രാദേശിക ഭരണകൂടങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പ്രാദേശികമായിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങൾ ഓരോ പഞ്ചായത്തുകളെ ബാധിച്ചിട്ടുണ്ടോ, എന്താണ് അതിന് കാരണം എന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി ഞങ്ങൾ പരിശോധിക്കും. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് നടത്തിയത്. 2015-16 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലെ 600 കാര്യങ്ങൾ അതിൽ 580 പൂർത്തീകരിച്ചിരുന്നു. 2021-ൽ 900 കാര്യങ്ങൾ അതിൽ 780ഓളം കാര്യങ്ങൾ പൂർത്തീകരിച്ചിരുന്നു. 9 പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഇറക്കി ആ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ആ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിലും പ്രചരിപ്പിക്കുന്ന കാര്യത്തിലും എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടോ, ജനങ്ങളുടെ ആശയങ്ങളും അതുപോലെ നിർദ്ദേശങ്ങളും എല്ലാം അത് കൂടുതൽ സ്വീകരിക്കേണ്ടതുണ്ടോ, ഇത്തരം വികസന പ്രവർത്തനങ്ങളുടെ തുടർ പ്രവർത്തനങ്ങളിലെല്ലാം ജനങ്ങളുടെ ആശയങ്ങൾ കൂടുതലായി സ്വീകരിക്കേണ്ടതുണ്ടോ, അത് എന്തുകൊണ്ടാണ് നമുക്ക് അതൊരു വോട്ടാക്കി മാറ്റാൻ കഴിയാത്തത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ വിശദമായിട്ട് തന്നെ പരിശോധിക്കും. സംഘടനാപരമായിട്ടുള്ള ഏതെങ്കിലും കുറവുകൾ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലും മറ്റു ചില വിഷയങ്ങൾ ഉയർന്നു വന്നതാണോ നിങ്ങൾക്ക് പരാജയത്തിന് കാരണം? കാരണം എല്ലായിടത്തും ഈ ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ട് എന്ന് പറയുന്നു, പലയിടത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിഷയം ഒരു MLAയുടെ വിഷയമാണ്, പാർട്ടി കോൺഗ്രസിനെ സംബന്ധിച്ച് നടപടിയെടുത്ത വിഷയമാണ്, അതുമാത്രം ആവർത്തിച്ച് ഉന്നയിക്കുന്നു. ആ രൂപത്തിലേക്ക് അത് കൊണ്ടുപോയത് നിങ്ങൾക്കൊരു തിരിച്ചടിയായി എന്ന വിലയിരുത്തലുണ്ടോ അരുൺ? ഇല്ലില്ല, ഒരിക്കലും ഞങ്ങൾ വികസന അജണ്ടയും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിലും ഊന്നി നിന്നുകൊണ്ട് അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള ഗവൺമെന്റുകളുടെ പ്രവർത്തന നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തത്. ഇപ്പോൾ ആദ്യഘട്ടം മുതൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏറ്റവും സൂക്ഷ്മമായി ഏറ്റവും താഴേക്കിടയിൽ പോയി പ്രവർത്തിച്ച് അനുഭവമുള്ള ഒരാളെന്ന രൂപത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യധാര പ്രവർത്തിച്ചെന്ന ഒരാൾ എന്ന രൂപത്തിൽ എനിക്ക് പറയാൻ കഴിയും. ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത് കൃത്യമായി പശ്ചാത്തല വികസന രംഗത്ത് വന്ന വിപ്ലവകരമായ മാറ്റം, അതുപോലെ തന്നെ സാമൂഹ്യ ക്ഷേമ രംഗത്ത് നടത്തിയ ഇടപെടലുകൾ, തുടർച്ചയായി 9.25 വർഷം നടത്തിയ ഇടപെടലുകൾ, അതുപോലെ വികസന അജണ്ട കൃത്യമായി പൂർത്തീകരിച്ച് അത് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ച് ബോധ്യപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് പോയത്. അതിനിടയിൽ സമൂഹത്തിൽ ഉയർന്നു വന്ന രാഷ്ട്രീയ വിഷയത്തിൽ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രൂപത്തിൽ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇടപെടുകയും അത് വലിയ തരത്തിലുള്ള ദുഷ്പ്രചരണവും കുടിലതന്ത്രങ്ങളും എല്ലാം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന്റെ, ലീഗിന്റെ, ജമാഅത്ത് ഇസ്ലാമിയുടെ, പോപ്പുലർ ഫണ്ടിന്റെ, BJPയുടെ എല്ലാ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ എല്ലാം മുഖ്യ ശത്രു LDF തന്നെയായിരുന്നു. LDFനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമാണ് ഉയർന്നു വന്നത്. അതിനെ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ചെറുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് നോക്കിയിട്ടല്ല ഞങ്ങൾ നിലപാട് സ്വീകരിച്ചത്. ഈ ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ഒരു മതരാഷ്ട്ര നിർമ്മിതിയിലേക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നവർ രാഷ്ട്രീയത്തിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുള്ള ഇടപെടലുകൾ ഈ സമൂഹത്തിന്, ഈ സംസ്ഥാനത്തിന്, രാജ്യത്തിന് വരാൻ പോകുന്ന ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ദുരന്ത ഫലങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. ഏതെങ്കിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു തോൽവി ഉണ്ടായി, അതുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് തെറ്റാണ് എന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. ഞങ്ങൾ ഒരിക്കലും അതിനെ കരുതുന്നുമില്ല. ഞങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി നിലപാട് തുടരും. അല്ല, കാരണത്തിലേക്ക് നിങ്ങൾ എന്തിലേക്കാണ് നിങ്ങൾ എത്തുന്നതെന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷ വർഗീയത ഉയർത്തിയതാണ് നിങ്ങൾക്ക് തിരിച്ചടിയായത് എന്ന് പ്രതിപക്ഷ നേതാവും ഇപ്പോൾ ഇതാ രമേശ് ചെന്നിത്തലയും പറയുന്ന അങ്ങ് കേട്ടല്ലോ. അതൊരു വിഷയമായി അവിടെ നിൽക്കുന്നു. അങ്ങ് പറഞ്ഞതുപോലെ പൊതുസമൂഹത്തിൽ വരുന്ന വിഷയങ്ങൾ ചർച്ചയാകും എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അതിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയും ഉണ്ടല്ലോ. അതിൽ നിങ്ങൾ എന്ത് നടപടിയെടുത്തു എന്നുള്ള ചോദ്യം നിങ്ങൾക്കെതിരെയും വരുന്നുണ്ട്. അല്ല, അതിപ്പോ എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിയാത്തത് എന്നത് സൂക്ഷ്മമായി തന്നെ പരിശോധിക്കും.
അത് പരിഹരിക്കും, അതിന്റെ കാരണങ്ങൾ കണ്ടെത്തും, അത് ജനങ്ങളുമായിട്ട് വിശദീകരിക്കുമെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞു. ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും അതുപോലെ തന്നെ പ്രചരണത്തിലും വർഗീയ ഇടപെടലിന്റെ കാര്യത്തിലുമെല്ലാം ഞങ്ങൾ മുന്നോട്ട് വെച്ച നിലപാട് തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ഫേസ്ബുക്ക് കുറിപ്പ് അങ്ങ് വായിച്ചിട്ടുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറവുകൾ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. കൃത്യമായിട്ട് അത് പരിശോധിക്കും. ഇപ്പൊ 2019 ഞങ്ങൾ 19 ലോക്സഭാ സീറ്റിലും തോറ്റല്ലോ, ഒരു സീറ്റുള്ളൂ. അന്ന് പലരും ചോദിച്ചു ഇനി ഇടതുപക്ഷത്തിന് എന്താണ് പ്രശസ്തി എന്ന് ചോദിച്ചു നമ്മുടെ മുന്നിൽ. പക്ഷെ മാസങ്ങൾക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 111 നിയമസഭാ സീറ്റിൽ പുറകിൽ പോയതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷെ 99 സീറ്റോടെ അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വരാനുണ്ടായ കാരണം കുറവുകൾ കൃത്യമായി കണ്ടെത്തി, അവ പരിശോധിച്ചു, അവ പരിഹരിക്കാൻ ജനങ്ങളിലേക്ക് ഇറങ്ങി. അവർ പല നിർദ്ദേശങ്ങളും തന്നു. ഓരോ വീടാന്തരം കയറിയിറങ്ങി സംസാരിച്ചു. പലരും വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ പല നിർദ്ദേശങ്ങളും തന്നു. പലരും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു. അത്തരത്തിലുണ്ടായ നിരന്തരമായിട്ടുള്ള ആശയ പ്രകാശനം, ജനങ്ങളുമായിട്ടുള്ള ഇടപെടൽ, അതിലൂടെയാണ് വർദ്ധിത വീര്യത്തോടെ ഞങ്ങൾക്ക് തിരിച്ചു വരാനും ഈ സംസ്ഥാനത്ത് തന്നെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഭരണ തുടർച്ചയിലേക്കും വരാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ ഇപ്പോഴുണ്ടായിട്ടുള്ള തോൽവിയും ഞങ്ങൾ വിലയിരുത്തും, കുറവുകൾ കണ്ടെത്തും. ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല? ഇല്ല. സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഭരണവും ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് കൃത്യമായി പാലിച്ച് അതിനു മുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. ഏറ്റവും വലിയ കടമെടുപ്പിൽ ശ്രീലങ്കയാകാൻ പോകുന്നു എന്ന് പറഞ്ഞവർ വരെ തിരുത്തി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് വികസന നേട്ടങ്ങൾ ശരിക്കും കുറച്ചുകൂടി പറയാമായിരുന്നു, പറയാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു കാരണമായി കരുതുന്നത്. നിങ്ങൾ ഈ പറയുന്ന വികസന നേട്ടങ്ങൾ എന്നതും ഈ ക്ഷേമ പെൻഷൻ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞാണല്ലോ, ക്ഷേമ പെൻഷനൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളെ പറ്റിച്ചു എന്നിപ്പോൾ എം എം മണി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഔദാര്യം ഞങ്ങൾ നൽകി, ആ ഔദാര്യം സ്വീകരിച്ചിട്ട് ഞങ്ങളെ അതാ പറ്റിച്ചു എന്ന പ്രയോഗം, അത് നിങ്ങളൊന്ന് വിലയിരുത്തുമെന്ന് കരുതുകയാണ്. ശ്രീ ഷംസുദ്ദീനിലേക്കും ഒപ്പം തന്നെ അബിൻ വർക്കിയിലേക്കും മടങ്ങിയെത്താം. അബിൻ വർക്കി, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കുണ്ടായ ഗംഭീര വിജയത്തിന്റെ കാരണം എന്താണ്? ഭരണവിരുദ്ധ വികാരമാണോ അതോ പിണറായി വിരുദ്ധ വികാരമാണോ? എന്താണ് നിങ്ങളുടെ വിലയിരുത്തൽ? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് വിജയം അത് ഭരണവിരുദ്ധ വികാരമുണ്ട്. സ്വാഭാവികമായി ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരായിട്ടുള്ള വികാരമുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങൾ കൂടുതൽ UDF-ൽ വിശ്വാസം അർപ്പിച്ചു എന്നുള്ള ഒരു കാരണവുമുണ്ട്. കാരണം എന്തുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടായിട്ടും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേട്ടും ആ വോട്ട് പോകാതെ കോൺഗ്രസിലേട്ടും ഐക്യജനാധിപത്യ മുന്നണിയിലേട്ടും തന്നെ വന്നു എന്നുള്ളതിൻ്റെ ഒരു കാരണം UDF-ലേക്ക് ആ ജനങ്ങളുടെ വിശ്വാസം തിരിച്ചു വന്നു എന്നുള്ളത് തന്നെയാണ്. അതിന്റെ കാരണം ഈ കഴിഞ്ഞ 9.5 കൊല്ലമായി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ആ സർക്കാരിനും എതിരായിട്ടുള്ള ജനവിധിയാണ്, അവർ കൈക്കൊണ്ട നയങ്ങളാണ്. ഇപ്പോൾ ശ്രീ A.K. അരുൺകുമാർ ഇവിടെ പറഞ്ഞു ഒരു കാരണവശാലും ഭരണവിരുദ്ധ വികാരമില്ല എന്നും അത് തങ്ങൾ സമ്മതിക്കുന്നില്ല എന്നും അവരോട് പറയുകയുണ്ടായി. ഞങ്ങളുടെ ആവശ്യവും അത് തന്നെയാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്യരുത്, നിങ്ങളുടെ മുഖ്യമന്ത്രി തെറ്റാണ് എന്ന് നിങ്ങൾ പറയുകയും ചെയ്യരുത് എന്നുള്ളതാണ് ഞങ്ങളുടെയും ആവശ്യം. കാരണം ഒരു 5 മാസം കൂടെ അങ്ങനെ തന്നെ പറയണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. കാരണം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇതുപോലുള്ള ഒരു ഭരണം കൊണ്ട് മടുത്ത് മുടിച്ചിരിക്കുക എന്ന ഒരവസ്ഥയിലാണ്. കാരണം വിലക്കയറ്റം കാരണം പൊറുതിമുട്ടുന്ന ജനങ്ങളാണ്. ആരോഗ്യ മേഖലയിൽ ഒരു ആശുപത്രിയിൽ പോലും കയറി ചെല്ലാൻ പറ്റാത്ത രീതിയിൽ മുടിഞ്ഞിരിക്കുന്ന ജനങ്ങളാണ്. അതുപോലെ തന്നെ ക്രമസമാധാന നില തകർത്ത ഒരു സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയാണ്. ഈ നാട്ടിലെ തൊഴിലിടങ്ങളും വിദ്യാഭ്യാസ ഇടങ്ങളും നശിപ്പിച്ച സർക്കാരാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സർക്കാരാണ്. അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള, എന്ത് കുറ്റം ചെയ്താലും എന്ത് ചീത്ത ചെയ്താലും അതിനെയൊക്കെ ന്യായീകരിക്കുന്ന ഒരു ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നത്. ഇപ്പോൾ ഇവരൊക്കെ ഇത്രയും ദിവസം ഞങ്ങളുടെ MLA-യുടെ കാര്യം പറഞ്ഞ് ഇവിടെ വലിയ പ്രചരണമൊക്കെ നടത്തിയല്ലോ. ഞങ്ങൾ മാതൃകാപരമായിട്ട് നടപടിയെടുത്തിട്ടാണ് ഞങ്ങൾ ആ കാര്യങ്ങളിലൊക്കെ വിശദീകരണവുമായി വന്നത്. പക്ഷെ സമാനമായ കേസുകൾ നേരിടുന്ന ഇടതുപക്ഷത്തിലെ MLA ഇപ്പോഴും ഇവർ ജയ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാനമായ കേസുള്ള ഇടതുപക്ഷത്തിലെ നേതാക്കന്മാർക്കെതിരെ ഇവർ ഇതേവരെ ഒരു നടപടി എടുത്തിട്ടില്ല. അതുമാത്രമല്ല, ശബരിമല പോലെ ഒരു പുണ്യമായ ക്ഷേത്രത്തിൽ അത് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒക്കെ അയ്യന്റെ സ്വർണം കട്ടവരെ ഇപ്പോഴും CPM സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പരം വേറെ എന്താണ് ഈ സർക്കാരിനെതിരെ വോട്ട് ചെയ്യാൻ ഒരു കാരണമായി വേണ്ടത്? കാരണം പത്മകുമാർ ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമാണ്, വാസു ഇപ്പോഴും CPM-ന്റെ അംഗമാണ്. ഇതേവരെ ഇരുവരെയും തള്ളി പറഞ്ഞിട്ടില്ല എന്നത് മാത്രമല്ല പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് പോലുമില്ല. അപ്പോൾ ഇതുപോലുള്ള ചാരിത്ര പ്രസംഗങ്ങൾ CPM നടത്തുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ അതിനെതിരായിട്ട് വിധി എഴുതും എന്നുള്ള കാര്യം CPM മറന്നുപോയി എന്നുള്ളതാണ്. എന്നിട്ട് ഇപ്പോൾ പുതിയ കാരണങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ്. എന്താണ് പുതിയ കാരണം? ശ്രീ M.M. മണി പറഞ്ഞ കാരണം
പെൻഷനും അതുപോലെ തന്നെ മറ്റ് സഹായങ്ങളും ഒക്കെ മേടിച്ച് ശാപ്പിട്ടിട്ട് ജനങ്ങൾ തങ്ങളെ പറ്റിച്ചു എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലാകാത്തത് ശ്രീ എം മണിയെ പോലെയുള്ള ഇതുപോലുള്ള ആളുകളുടെ കുടുംബത്തിൽ നിന്ന്, ആ കുടുംബ സ്വത്തിൽ നിന്ന്, ആ മൂന്നാറൊക്കെ കയ്യേറി വിറ്റ കുടുംബ സ്വത്തിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതൊന്നും അല്ലല്ലോ ജനങ്ങൾക്ക് കൊടുക്കുന്ന സഹായം. ജനങ്ങൾ പല അവസരത്തിലായി നികുതി കൊടുക്കുന്നു, ആ നികുതി തിരിച്ച് ജനങ്ങളിലേക്ക് പല സ്കീമായി തിരിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എന്നിട്ട് ഇങ്ങനെയുള്ള ന്യായീകരണങ്ങളൊക്കെ പറയാണ് പ്രചരണത്തിൽ വളരെ പുറകെ പോയി, അതുകൊണ്ടാണ് തങ്ങൾ പിന്നോട്ട് പോയത് എന്നൊക്കെയാണ് ശ്രീ അരുൺകുമാർ പറഞ്ഞത്. എന്ത് പ്രചരണത്തിലാണ്? ഇവിടെ ഈ നാട് നീളെ സർക്കാർ ഫണ്ടുകൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും ഫ്ലെക്സ് ബോർഡുകളിലും നിറഞ്ഞു നിൽക്കുന്ന ശ്രീ പിണറായി വിജയനും അതുപോലെ തന്നെ സർക്കാരുമാണ്. അതുമാത്രമല്ല, PR ആയിട്ട് മാധ്യമ മുറികളിൽ വരെ PR ഏജൻസികളെ കൊണ്ട്, ഓരോ മാധ്യമ പ്രവർത്തകരെ കൊണ്ട് പറയിക്കുന്ന എത്രയോ കള്ളത്തരങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ പല ചാനലുകളിലെയും 7 മണി ബുള്ളറ്റിൻ, 8 മണിയിലെ ചില വാഗ്വാദങ്ങൾ, നിങ്ങളുടെ കുറെ സംവാദങ്ങൾ, ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നല്ലേ എന്തോ ഒരു പച്ചക്കള്ളമാണ് പറഞ്ഞത്. ഇവിടെ 5000 വീടുകൾ മാത്രമാണ് 2011-16 കാലഘട്ടത്തിൽ UDFന്റെ കാലഘട്ടത്തിൽ ലൈഫിൽ കൊടുത്തത്. ഈ കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട് 4.5 ലക്ഷം വീടുകൾ കൊടുത്തു. എത്ര പച്ചക്കള്ളമാണ് ഒരു ചാനൽ മുറിയിലൊക്കെ കയറി ചില പെയ്ഡ് PR-ന് വേണ്ടി ചില ആളുകൾ പറഞ്ഞത്. അതൊക്കെ ജനം തിരസ്കരിച്ചില്ലേ? കാരണം ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമായിരുന്നല്ലോ. 2011-16 കാലഘട്ടത്തിൽ 4.5 ലക്ഷത്തിലധികം വീടുകൾ കൊടുത്തുവെന്നും 2016 മുതൽ 2025 വരെയുള്ള ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ കണക്കും പ്രകാരം, സർക്കാരിന്റെ കണക്കും പ്രകാരം 4.5 ലക്ഷം വീടാ കൊടുത്തിട്ടുള്ളൂ എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന കാര്യത്തിലാണ് ചില മാധ്യമ മുറികളിൽ കയറി ചില മാധ്യമ പ്രവർത്തകർ പച്ചക്കള്ളം പറയുന്നത്. പിന്നെ അങ്ങ് പറയുമല്ലേ 528 ബ്രാഞ്ച് സെക്രട്ടറിമാർ ഞങ്ങളെയൊക്കെ അങ്ങ് മൂക്കി കയറ്റി വലിച്ചു കയറ്റും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ വാഗ്വാദങ്ങളായിരുന്നു. അങ്ങനെ പിന്നെ ബോംബ് പൊട്ടിക്കാൻ കുറെ RDXമാര്, ഇങ്ങനെയൊക്കെ വന്ന് ഞങ്ങളെ തകർക്കാൻ എത്രയേറെ പെയ്ഡ് PR സംഘങ്ങൾ ഇറങ്ങി. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് യാതൊരു പണവും ഇല്ലാതെ, 9 കൊല്ലം ഭരണത്തിലില്ലാതെ, 15 കൊല്ലം കേന്ദ്രത്തിൽ ഭരണമില്ലാതെ, ഞങ്ങൾ സംഘടന, ഞങ്ങളുടെ പ്രവർത്തകരുടെ ഒരു കമ്മിറ്റ്മെന്റോടുകൂടിയ, ഹാർഡ് വർക്കോടുകൂടിയ ഒരു വിജയമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതോടൊപ്പം തന്നെയാണ് നിങ്ങളിപ്പോ BJPയുടെ കാര്യം പറയുന്നു. ശ്രീ MT രമേശ്, അദ്ദേഹം മുതിർന്ന BJP നേതാവാണ്. ഞാൻ വളരെ ബഹുമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിലെ മാധ്യമങ്ങൾ BJPക്കുണ്ടായ വളർച്ച എന്ന് പറയുന്ന നരേറ്റീവ് തന്നെ തെറ്റാണ്. കാരണം എന്താണ്? BJPയുടെ വളർച്ച എന്ന് പറഞ്ഞ് അവർ അവതരിപ്പിക്കുന്നത് എന്താ? ശ്രീ നരേന്ദ്രമോദിയും അമിത്ഷായും അതുപോലെ തന്നെ 2 കേന്ദ്രമന്ത്രിമാരും രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു മൾട്ടി ബില്യണറായ സംസ്ഥാന പ്രസിഡന്റുമുള്ള ഒരു പാർട്ടി, കേരളത്തിലേക്ക് കുത്തൊഴുക്കുന്ന പണം, അത് മാത്രമല്ല കേന്ദ്ര സംവിധാനങ്ങൾ, അന്വേഷണ ഏജൻസികൾ, ഇവരെല്ലാവരും ചേർന്ന് നയിച്ച ഒരു പടപ്പുറപ്പാടിൽ കേരളത്തിലെ BJPക്ക് എന്ത് നേടാൻ സാധിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്? അവർക്ക് ഗ്രാമപഞ്ചായത്ത് സീറ്റുകളിൽ 242 വാർഡ് സീറ്റുകൾ ജയിച്ചതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ വലിയ മുന്നേറ്റത്തിന്റെ ഘടകം? ഇല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ കേവലം 17 സീറ്റുകൾ അധികമായി ലഭിച്ചതാണോ നിങ്ങൾ ഉന്നയിക്കുന്ന ഈ മുന്നേറ്റത്തിന്റെ ഘടകം? ഇല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 2-ൽ നിന്ന് 1 കുറഞ്ഞതാണോ നിങ്ങൾ ഉന്നയിക്കുന്ന ഈ ഘടകം? അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 320 സീറ്റിൽ നിന്ന് 324, 4 മുനിസിപ്പൽ കൗൺസിലർമാർ അധികമായി വിജയിപ്പിച്ചതാണോ നിങ്ങൾ ഉന്നയിക്കുന്ന ഈ ഘടകം? എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ BJP ഇപ്പൊ കോർപ്പറേഷൻ സ്വാഭാവികമാണ് 35 സീറ്റ് BJPക്ക് കഴിഞ്ഞ തവണയും ഉണ്ട്, 2015-ലും ഉണ്ട്. അതവർ 45 ആക്കി. കാരണം CPMന്റെ മൃഗീയമായ വോട്ടിന്റെ വിഹിതം BJPയിലേക്ക് പോയി. BJPയുടെ വോട്ട് അത് നമുക്കറിയാലോ, ചുവപ്പ് നരച്ചാൽ കാവിയാണ് എന്നുള്ളത് ഒരു ഉപമയായി പറയുന്നതാണെങ്കിലും അത് തിരുവനന്തപുരം കോർപ്പറേഷൻ വന്നപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അങ്ങനെ BJPയിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പോയി എന്നൊക്കെ പറയുമ്പോൾ മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തുറ കിട്ടുമ്പോൾ പന്തളം പോവുകയാണെന്നേ, കൊടുങ്ങല്ലൂരിൽ സീറ്റിന്റെ എണ്ണം കുറയുകയാണെന്നേ, പാലക്കാട് സീറ്റിന്റെ എണ്ണം കുറയുകയാണെന്നേ, ആവണിശ്ശേരി പഞ്ചായത്ത് കയ്യിൽ നിന്ന് പോവുകയാണെന്നേ. അപ്പൊ എന്ന് പറഞ്ഞാൽ BJPക്ക് നിങ്ങൾ കൽപ്പിക്കുന്ന ഈ നരേറ്റീവിലുള്ള ഒരു മുന്നേറ്റവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നതുകൂടി പ്രിയപ്പെട്ട കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ജനം ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്തു. ആ ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്യുമ്പോൾ അവർ അർപ്പിച്ച വിശ്വാസം UDFൽ മാത്രമാണ്. UDFന് പല കുഴപ്പങ്ങളുണ്ട്, പല പോരായ്മകളുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ജനങ്ങളെ പറ്റിക്കില്ല എന്നൊരു വിശ്വാസം UDFൽ ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. അതുകൊണ്ട് എന്തൊക്കെ നരേറ്റീവുകൾ സൃഷ്ടിക്കപ്പെട്ടാലും, എന്തോരം പെയ്ഡ് ക്യാമ്പയിനുകൾ വന്നാലും അതിനെയൊക്കെ വകഞ്ഞു മാറ്റി സർവൈവ് ചെയ്ത് ജനങ്ങൾ UDFനെ ജയിപ്പിക്കുമെന്നുള്ളത് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസമാണ്. അത് ഞങ്ങൾ ഒരു ഉത്തരവാദിത്തമായി കാണുന്നു. ഞങ്ങൾ ഒരിക്കലും ഈ വിജയത്തിൽ അഹങ്കരിക്കാൻ നിൽക്കുന്നില്ല. ഞങ്ങൾക്ക് മുൻകാലങ്ങളിലെ പാഠങ്ങളുണ്ട്. പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഉത്തരവാദിത്തം പൂർണ്ണമായി നിറവേറ്റി ഞങ്ങൾ മുന്നോട്ട് പോകും. ശരി, ശ്രീ ഷംസുദ്ദീൻ അരുൺ തന്നെ അഭിനന്ദനങ്ങൾ. കാരണം നിങ്ങൾ പതിവ് ശൈലി വിട്ടുകൊണ്ട് വനിതകൾക്ക്, പ്രത്യേകിച്ച് യുവാക്കളായ വനിതകൾക്ക് അവസരം നൽകി. അവരൊക്കെ തന്നെ വിജയിച്ചു. ഇപ്പോൾ ഫാത്തിമ തെഹ്രിയ, നജ്മ തബ്ഷീറെ പോലുള്ളവരൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. അവരൊക്കെ തന്നെയും നന്നായി പ്രകടനം കാഴ്ചവെക്കുന്നവരും നന്നായി രാഷ്ട്രീയം പറയുന്നവരുമായ വനിതകളാണ്. അപ്പോൾ ആ നിലയ്ക്ക് ലീഗും ആ നിലയ്ക്ക് മാറുന്നു.
ആ നിലയ്ക്ക് സ്ത്രീകളെ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ സ്ത്രീകൾ ആ നിലയ്ക്ക് ഉയർന്നു വരേണ്ടതുണ്ട് എന്ന നിലപാടിലേക്ക് നിങ്ങൾ എത്തുകയാണ് എന്ന് ഞാൻ കരുതുകയാണ്. അതിനധികം അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ ഈ മുന്നേറ്റത്തെ എങ്ങനെയാണ് ലീഗ് കാണുന്നത്? ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനകത്തുണ്ടാകുന്ന പടലപ്പിണക്കങ്ങളിൽ ലീഗിന് വലിയ ആശങ്കയുണ്ടായിരുന്നു. പലപ്പോഴും പരസ്യമായി തന്നെ ചില നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒറ്റക്കെട്ടായി മുന്നേറിയ കാഴ്ച, വലിയ വിജയം ഉണ്ടായ കാഴ്ച, ഇപ്പോൾ നിങ്ങൾക്കും കോൺഗ്രസിലുള്ള വിശ്വാസം ഉയർന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ചരിത്രമാണ്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എല്ലായ്പ്പോഴും ഒരു ഇടതു മേലുക്കോയ്മ ഉണ്ടാവാറുണ്ട്. CPM-ൻ്റെയും ഇടതു മുന്നണിയുടെയും കോട്ടക്കൊത്തളങ്ങൾ തകർന്നടിഞ്ഞ തെരഞ്ഞെടുപ്പാണിത്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകളുടെ ഫലം പരിശോധിച്ചാൽ നമുക്ക് വളരെ പ്രകടമായിട്ട് അത് കാണാൻ കഴിയും. കാരണം കാലങ്ങളായി ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന CPM-ൻ്റെ കയ്യിലുണ്ടായിരുന്ന പഞ്ചായത്തുകൾ ഇന്ന് UDF-ലേക്ക് മാറി. മുനിസിപ്പാലിറ്റികളിൽ UDF-ൻ്റെ ഒരു വലിയ തേരോട്ടമാണ് നടന്നിട്ടുള്ളത്. കാരണം ഞങ്ങൾ 2 മുനിസിപ്പാലിറ്റികളും UDF പിടിച്ചടക്കുന്ന സാഹചര്യമുണ്ടായി. കോർപ്പറേഷനുകൾ അറിയാം, കൊല്ലം കോർപ്പറേഷൻ ഉൾപ്പെടെ, അതൊക്കെ നമ്മൾ രാവിലെ തൊട്ടേ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ വലിയൊരു മുന്നേറ്റം UDF നടത്തിയത് എന്തുകൊണ്ടാണെന്നാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. അത് വളരെ പ്രകടമാണ്. ഭരണവിരുദ്ധ വികാരം, പിണറായിസത്തിനെതിരായ ഒരു വലിയ വികാരം, CPM-ൻ്റെ അപജയത്തിനെതിരായൊരു വികാരം, അതുപോലെ തന്നെ ഭരണരംഗത്ത് വന്ന പോരായ്മകൾ, ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ. ഇപ്പോൾ ഇവിടെ അരുൺകുമാർ പറഞ്ഞു എല്ലാം ഭദ്രമാണ്, ഭരണവിരുദ്ധ വികാരമില്ലാന്ന്. പക്ഷേ ഒരു ട്രീറ്റ്മെൻറ്റിന്, ഒരു ചികിത്സക്ക് സർക്കാർ ആശുപത്രിയിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരത് അനുഭവിക്കുകയാണ്. മറ്റു മേഖലകളിൽ അവരത് അനുഭവിക്കുകയാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഈ നാട്ടിലെ വിശ്വാസി സമൂഹത്തെ വലിയ തോതിൽ അവരെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കതിൽ വലിയ അമർഷമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് തന്നെ ഞങ്ങൾക്കത് പ്രകടമായതാണ്. വളരെ കൃത്യമായി വിശ്വാസികളുടെ ഒരു അമർഷം, അതൊരു കൊടുങ്കാറ്റായി ഈ ഗവൺമെൻറ്റിനെതിരെ, ഈ ഇടതു മുന്നണിക്കെതിരെ വരുമെന്ന് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ തന്നെ ബോധ്യമായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അതുപോലെ തന്നെ തരാതരം പോലെ വർഗീയത കളിക്കുന്ന CPM-ൻ്റെ, പ്രത്യേകിച്ച് പിണറായിയുടെ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുക, സ്വന്തം നിലക്ക് തന്നെ തരാതരം പോലെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകൾ തരത്തിന് ഉപയോഗിക്കുക. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു രീതിയിലായിരുന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷം കൈവിട്ടപ്പോൾ പിന്നെ ഭൂരിപക്ഷത്തെ പിടിക്കുന്ന ഒരു സമീപനം. ഇവിടെ ഇപ്പോൾ 2 ദിവസം മുമ്പ് തോമസ് ഐസക് പറഞ്ഞു BJP നല്ലൊരു ശതമാനം CPM വോട്ട് കൊണ്ടുപോയിന്ന്. അതും നിങ്ങൾ കാണേണ്ടതാണ്. സത്യത്തിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു ബംഗാളിൻ്റെ ആവർത്തനമായിരിക്കും. CPM-ൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ അനിൽകുമാർ എന്ത് പറഞ്ഞാലും ശരി, തുടർച്ചയായ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ച് നോക്കൂ. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് CPM-ൻ്റെ വലിയ കോട്ടകളെല്ലാം തകർന്ന് നിലംപരിശായ തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, പാലക്കാടായിരുന്നാലും പിന്നീട് നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, അതിന് മുമ്പേ ഉണ്ട്. അതൊക്കെ UDF സീറ്റുകളാണ്. തൃക്കാക്കരയായാലും അതുപോലെ തന്നെ പുതുപ്പള്ളി ആയാലും ഒക്കെ. എന്നാൽ പക്ഷെ അവിടെയൊക്കെ ഭൂരിപക്ഷം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള സംഗതികൾ, അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെ യോജിപ്പോടുകൂടി UDF വളരെ ഗൃഹപാഠം ചെയ്ത് പ്രവർത്തിച്ചു എന്നുള്ളൊരു മേന്മ ഇതിലുണ്ട്. ഈ രീതി തീർച്ചയായും തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ഇത് ഒരു കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവർത്തനം തന്നെയാണ് ഒരു പരിധിവരെ പിന്നീടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് തീർച്ചയായും 2026 ഉണ്ടാകും എന്ന് കേരളത്തിൽ, പിന്നെ ഇന്ത്യയിലാകെ CPM-നുള്ള കേരളത്തിലെ ഭരണം നഷ്ടപ്പെടും. അതിന് ഈ വലിയ തോതിലുള്ള ധൂർത്തും അഴിമതിയും ജനവിരുദ്ധ നയങ്ങളും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറാൻ പോവാണ്. പിന്നെ നിങ്ങൾ ലീഗിനെ കുറിച്ച് പറഞ്ഞ 1-2 സംഗതികൾ. ലീഗ് എന്നും UDF-ൻ്റെ ഐക്യത്തിന് വേണ്ടി, UDF-നെ ശാക്തീകരിക്കാൻ വേണ്ടി വളരെ ശക്തമായി നിന്നിട്ടുള്ളൊരു പാർട്ടിയാണ്. ഈ തവണ അതിൻ്റെ സീറ്റുകളുടെ എണ്ണം UDF-ന് വലിയ നേട്ടമുണ്ടായപ്പോൾ ലീഗിനും വലിയ നേട്ടങ്ങളുണ്ടായി. സീറ്റുകളുടെ എണ്ണത്തിൽ വൻ വർധനമുണ്ടായി. ലീഗിൻ്റെ മേഖലകളിൽ അതിശക്തമായ മുന്നേറ്റം ഉണ്ടായി. ഇപ്പം മലപ്പുറം ജില്ലയിൽ പ്രതിപക്ഷമില്ലാത്ത ജില്ലാ പഞ്ചായത്താണ്. അതുപോലെ തന്നെ അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒന്നൊഴികെ ബാക്കിയെല്ലാം UDF-ആണ്. അവിടുത്തെ മുനിസിപ്പാലിറ്റികളിൽ ഒന്നൊഴികെ ബാക്കിയെല്ലാം UDF-ആണ്. ഗ്രാമപഞ്ചായത്തിൽ 2 അക്കത്തിൽ താഴെയാണ് CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും അവസ്ഥ. 90% പഞ്ചായത്തുകളും
പിന്നെ UDF ലീഗിനും UDF-നുമാണ്. അത് കോഴിക്കോട് ജില്ലയിലും ആ വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ കാണാം. കോർപ്പറേഷനിൽ 4 സീറ്റിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് CPM-ന് ഭരണം നിലനിർത്താൻ സാധിച്ചത്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത്, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഇത്തവണ UDF പിടിച്ചെടുത്തു. വയനാട് ജില്ലാ പഞ്ചായത്ത് നിലനിർത്തി. അപ്പോൾ അങ്ങനെ വലിയ മുന്നേറ്റം കണ്ണൂർ ജില്ലയിൽ പോലും കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്തിയത് മാത്രമല്ല, വലിയ മുന്നേറ്റങ്ങൾ പഞ്ചായത്തിലുണ്ടായി, ബ്ലോക്ക് പഞ്ചായത്തിലുണ്ടായി. കാസർഗോഡ് ജില്ലയിൽ 1 സീറ്റിനാണ് ജില്ലാ പഞ്ചായത്ത് UDF-ന് നഷ്ടമാകുന്നത്. ജില്ലാ പഞ്ചായത്തുകളുടെ മൊത്തം എണ്ണം പരിശോധിച്ചാലും UDF വളരെ വലിയ മുന്നേറ്റം ഉണ്ടാക്കി. ജില്ലാ പഞ്ചായത്ത് സീറ്റ് എന്ന് പറയുന്നത്, അതിലെ വോട്ടെന്ന് പറയുന്നത് കൃത്യമായ രാഷ്ട്രീയ വോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളം UDF-ലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. പിന്നെ വനിതകളായ യുവതികളെയൊക്കെ അവസരം കൊടുത്തു, അവരൊക്കെ നന്നായി വിജയിച്ചു വന്നു എന്നത് ലീഗിനെ സംബന്ധിച്ച് സ്മൃതി പറഞ്ഞു. ഇത് നമ്മൾ എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞ നജ്മ തബ്ഷീറൊക്കെ ഇപ്പോൾ നിലവിൽ സിറ്റിംഗ് മെമ്പറാണ്, ബ്ലോക്ക് മെമ്പറാണ് നിലവിൽ പെരിന്തൽമണ്ണയിലെ. അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ എന്നൊക്കെ വനിതകൾക്ക് റിസർവേഷൻ വന്നിട്ടുണ്ടോ, വളരെ വിദ്യാസമ്പന്നരായ നല്ല ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ കഴിയുന്നവർ അന്ന് തൊട്ടേ, ഇപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടും അതുപോലെ തന്നെ മറ്റ് വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഒക്കെ ലീഗിലെ വനിതകൾ വന്നിട്ടുണ്ട്. അതുപോലെ നിരവധി മുനിസിപ്പാലിറ്റികളുടെയും പഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അവരെയൊക്കെ അതിനു വേണ്ടി അത്തരം ആളുകൾക്ക് അവസരങ്ങൾ കൊടുക്കാറുണ്ട്. ഇത്തവണയും അത് നന്നായിട്ട് കൊടുത്തു. യൂത്ത് ലീഗിലെയും അതുപോലെ തന്നെ ഹരിതയിലെയും ഒക്കെ പെൺകുട്ടികൾ നല്ല നിലയിൽ മത്സരിച്ചു. അവർ പല വാർഡുകളും ജയിച്ചടക്കി എന്നുള്ളതാണ്. ഇടതുപക്ഷ വാർഡുകളിൽ ചെന്ന് അതൊക്കെ പിടിച്ചടക്കാൻ അവർക്ക് സാധിച്ചു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വളരെ ക്ലിയറാണ്. CPM-ന്റെ ഇടതുപക്ഷത്തിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു എന്നുള്ളതാണ്. ഇത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൃത്യമായ സൂചന തന്നെയാണ്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ UDF-ന്റെ മുന്നേറ്റമാണ്. ഈ BJP-ക്ക് വല്ല നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ചെറിയ നേട്ടങ്ങളുണ്ട്, വലിയ മുന്നേറ്റമൊന്നും ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. അത്രയും വലിയ എഫർട്ട് അവരെടുത്തിട്ട് വലിയ മുന്നേറ്റമൊന്നും കേരള ജനത അവരെ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അത് CPM-ന്റെ കാലിനടിയിലെ മണ്ണാണ് അങ്ങോട്ട് ഒഴുകിപ്പോകുന്നത് എന്നുകൂടി ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ഇപ്പോൾ കോൺഗ്രസ് ആയാലും ലീഗായാലും ആവർത്തിച്ചു പറഞ്ഞ കാര്യം ഇന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു, ഭൂരിപക്ഷ വർഗീയതയായിരുന്നു നിങ്ങൾ പ്രധാനമായും പ്രചരിപ്പിച്ചത്, അത് നിങ്ങൾക്ക് തിരിച്ചടിയായി എന്നുള്ളതാണ്. അങ്ങ് എത്ര നിഷേധിച്ചാലും ഈ പറഞ്ഞ ഒരു കാരണം ഈ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടിനൊരു കൺസോളിഡേഷന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ വെള്ളാപ്പള്ളി ഇത്രയും വർഗീയത പറഞ്ഞിട്ടും ഒരു നിലപാടെടുത്തില്ല, വെള്ളാപ്പള്ളിയെ എങ്ങനെയാണ് പിന്നീട് സ്വീകരിച്ചതെന്നൊക്കെ കേരളം കണ്ടാണ്. ഇതൊക്കെ ഒരു തിരിച്ചടി ആയിട്ടില്ലേ അരുൺകുമാർ? ഞാനതിലേക്ക് വരാം. ഇപ്പോൾ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയും കോൺഗ്രസിന്റെ പ്രതിനിധിയും ലീഗിന്റെ പ്രതിനിധിയും കേട്ടത്, അല്ല അവർ പറഞ്ഞത് ദീർഘനേരം കേട്ടിരുന്ന ആളാണല്ലോ ഞാൻ. ഇവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ വിജയത്തെ ഞങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തുമെന്നും ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായിട്ടില്ലെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഇന്നന്ന വകുപ്പുകളിൽ ഇന്നന്ന സീറ്റുകൾ കുറഞ്ഞു എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. ഇപ്പൊ ഇവര് പറയുന്നത് ഇത് സമാനമായിട്ടൊരു അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇത് ചരിത്ര വിജയമാണ് എന്ന് പറയാനുള്ള അവകാശം അവർക്കുണ്ട്. 2006 മുതൽ 2011 വരെ കേരളം ഭരിച്ചത് VS അച്യുതാനന്ദന്റെ ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന്റെ അവസാന ഘട്ടത്തിൽ, അതായത് അവസാനത്തെ 6 മാസത്തിനുള്ളിലാണല്ലോ അന്നത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നത്, 2010 അവസാനം. ആ തെരഞ്ഞെടുപ്പിന്റെ സ്ഥിതി എന്തായിരുന്നു? ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 17 മുനിസിപ്പാലിറ്റി സീറ്റേ ആകെ കിട്ടിയുള്ളൂ, മുനിസിപ്പാലിറ്റികളെ കിട്ടിയുള്ളൂ. ആകെയുള്ള മുനിസിപ്പാലിറ്റിയിൽ 17, ബ്ലോക്ക് പഞ്ചായത്തിൽ 59, ഗ്രാമപഞ്ചായത്തിൽ 350, അതുപോലെ ജില്ലയിൽ 6 ജില്ലാ പഞ്ചായത്താണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ വിജയത്തെക്കാൾ താണ വിജയമാണ് ഞങ്ങൾക്ക് എല്ലാ തലത്തിലും അന്നുണ്ടായത്. അന്നും എഴുതി തള്ളിയതായിരുന്നല്ലോ. പിന്നീടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 68 സീറ്റോടെ, വെറും 2 സീറ്റിനാണ് ഞങ്ങൾക്ക് അന്ന് ഭരണം നഷ്ടപ്പെടുന്നത്. വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അന്ന് 6 സീറ്റാണ് ജില്ലാ പഞ്ചായത്തിൽ കിട്ടിയത്. ഇപ്പോഴോ 7 ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥിതി. ബഹുമാനപ്പെട്ട ലീഗിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, ജില്ലാ പഞ്ചായത്ത് പൊളിറ്റിക്കൽ വോട്ടാണെന്ന്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂര്, പാലക്കാട്, കണ്ണൂര്, കാസർഗോഡ് ഏറ്റവും കൂടുതൽ വോട്ടുള്ളതാണല്ലോ, അല്ല ഏറ്റവും കൂടുതൽ മണ്ഡലമുള്ളതാണ് തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയും തൃശ്ശൂരും പാലക്കാടും കണ്ണൂരുമെല്ലാം. ഇവിടെയെല്ലാം പൊളിറ്റിക്കൽ വോട്ടാണെങ്കിൽ ഞങ്ങൾക്കത് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച വിജയം ഉണ്ടായിട്ടില്ല. അതിന്റെ കാരണം കണ്ടെത്തി പരിഹരിക്കാൻ പറ്റിയ സംഘടനാ ശേഷി ഞങ്ങൾക്കുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇന്നു മുതൽ തന്നെ ഞങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടു. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഇതിലും വലിയ തിരിച്ചടി ഉണ്ടായപ്പോഴെല്ലാം പണി നിർത്തി പോയവരല്ല ഞങ്ങൾ.
കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ആ തോൽവിയുടെ കാരണം കണ്ടെത്തി അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് വർദ്ധിത വീര്യത്തോടെ തിരിച്ചു വന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഈ വിജയം ആഘോഷിക്കാൻ നിങ്ങൾക്കുള്ള അധികാരത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. നിങ്ങൾ അത് ആഘോഷിച്ചോളൂ, നിങ്ങളുടേതായ രീതിയിൽ അവതരിപ്പിച്ചോളൂ. പക്ഷേ ഞങ്ങളുടേതായിട്ടുള്ള രീതിയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് വിജയം ഉണ്ടായിട്ടുള്ളത്, അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവരുടെ വിജയമായിരുന്നു. അങ്ങ് പറയുന്ന പാറ്റേൺ ശരിയാണെങ്കിൽ അങ്ങനെ ഒരു പാറ്റേണിലേക്ക് പോകുമോ? ഇവിടെ കൃത്യമായി ഇപ്പൊ കേരളത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയേ. കേരള രൂപീകരണത്തിന് ശേഷം ആദ്യത്തെ 30 വർഷം, ആ 30 വർഷത്തിൽ 24 വർഷവും കോൺഗ്രസാ ഭരിച്ചേ. വെറും 6 കൊല്ലമാ ഞങ്ങൾ ഭരിച്ചേ. 57 2 കൊല്ലം, 67 2 കൊല്ലം, 80 2 കൊല്ലം. എന്നാൽ അവസാനത്തെ 30 കൊല്ലം എടുക്ക്. അവസാനത്തെ 30 കൊല്ലത്തിൽ 20 കൊല്ലവും ഞങ്ങളാ ഭരിക്കണേ. 10 കൊല്ലം അവർ. ആ 10 കൊല്ലം അവർ എന്ന് പറയുമ്പോൾ അതിൽ 5 കൊല്ലം വെറും 2 സീറ്റിന്റെ വ്യത്യാസത്തിലാണ്. അപ്പൊ ഈ ഉണ്ടായിട്ടുള്ള മാറ്റമെല്ലാം നമ്മുടെ മുന്നിൽ കൃത്യമായിട്ടുണ്ടല്ലോ. ഇപ്പൊ ഞങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി, ഈ വലിയ വികസന വിരോധം അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ അത് ഏതാണെന്ന് ചൂണ്ടിക്കാണിക്കുക. ഇപ്പോ 10-20 കൊല്ലമായിട്ട് കിടന്ന മാലിന്യം എവിടെ, നമ്മുടെ ഈ എറണാകുളത്തെ കോർപ്പറേഷന്റെ കീഴിൽ അത് കത്തിക്കൊണ്ടിരുന്നു. അവിടെ ഇപ്പൊ ക്രിക്കറ്റ് ഗ്രൗണ്ടായിട്ട് മാറ്റിയതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? അതുപോലെ 10 രൂപയ്ക്ക് ഊണ് കൊടുക്കുന്ന സമർത്ഥി പട്ടിണിയില്ലാത്ത കൊച്ചിയാക്കി മാറ്റിയതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? അരുൺകുമാർ, അപ്പോൾ നിങ്ങളെ ജനം എന്തുകൊണ്ട് തള്ളി എന്ന് പറയൂ. ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, കോർപ്പറേഷൻ എല്ലാം പിടിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പാളിയത്? എല്ലാം മാഡം, ഇത് ശരിയല്ല. ഇവിടെ 3 കോൺഗ്രസ് പ്രതിനിധികളല്ലേ? ഇവിടെ 15 മിനിറ്റ് തുടർച്ചയായിട്ട് കോൺഗ്രസ് പ്രതിനിധി ചോദിച്ചപ്പോൾ ഒരൊറ്റ ഉപചോദ്യമില്ല. ലീഗിന്റെ പ്രതിനിധിയും 12 മിനിറ്റ് സംസാരിക്കുമ്പോൾ ഒരു ഉപചോദ്യം ഇല്ല. ഇപ്പൊ പറയും ഭരണകക്ഷിയോടാണ് ഉപചോദ്യം, അതവിടെ ഇരുന്നോട്ടെ. ഇത് മര്യാദകേട്. അങ്ങനെ വേണ്ട. അങ്ങനെ തർക്കിക്കാനാണെങ്കിൽ നിങ്ങൾ വിളിക്കണ്ടല്ലോ, ഒരു അടുത്ത UDF പാനലിൽ കൊണ്ടുവന്ന് ഇരുത്താം. ഞാൻ പറയാം, ഇവിടെ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചേരിയിൽ കിടക്കുന്നവർക്ക് മുഴുവൻ ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുത്തു എന്നുള്ള കാര്യം ഞങ്ങൾ നുണ പറയുന്നതല്ലല്ലോ. ഓരോ തവണ മഴ വരുമ്പോഴും കടൽ അടിച്ചു കയറി ചെല്ലാനത്തെ മുഴുവൻ വീടുകളിലും വെള്ളം കയറി ആ വീടുകളിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും മറ്റും നശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അവിടെ ടെട്രോപാഡ് നിർമ്മിച്ചുകൊണ്ട് കടലാക്രമണത്തെ തടഞ്ഞു. ഇതൊക്കെ യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുപോലെ തന്നെ ഹൈക്കോടതി തന്നെ പറഞ്ഞില്ലേ, കമന്റബിൾ ജോബാണ് വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തത്. ഹൈക്കോടതിയുടെ ബെഞ്ച് തന്നെ പറയാണ് കമന്റബിൾ ജോബ്. ഇപ്പൊ വെള്ളക്കെട്ടുണ്ടോ കൊച്ചി? ഇതൊക്കെ ഞങ്ങൾ ചെയ്തു. പക്ഷേ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ തോറ്റു. ആ തോൽവിയെ ഞങ്ങൾ അംഗീകരിക്കുകയാണ്. മനസ്സിലാകത്തുള്ളൂ അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഇതാണല്ലോ പ്രചാരണത്തിലും പറഞ്ഞു. പിന്നെ നിങ്ങൾ എങ്ങനെ തോറ്റു? അതിനുത്തരം കിട്ടുന്നില്ലല്ലോ. അതല്ലേ ഞാൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നത്. ഞാനൊന്ന് MT രമേശിലേക്ക് പോകുന്നു. MT രമേശ്, ഒറ്റ ദിവസം ഞാൻ അങ്ങ് പറഞ്ഞല്ലോ, അങ്ങക്ക് ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. ഇത് മര്യാദകടെ എനിക്ക് പറയണല്ലോ. നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ട് അടുത്ത ആളിലേക്ക് പോകുകയല്ല ചെയ്യുന്നത്. ഇതാണ് നിങ്ങളൊക്കെ ഞങ്ങളോട് സ്വീകരിക്കുന്ന നിലപാട്. ചോദ്യം ചോദിക്കും, ഉത്തരം പറയാൻ അനുവദിക്കില്ല, അഥവാ ഉത്തരം പറഞ്ഞാൽ തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കും. ഇതെന്തുകൊണ്ട് തോറ്റു എന്ന് പരിശോധിക്കാനുള്ള സംഘടനാ സംവിധാനം ഞങ്ങൾക്കുണ്ട്. ഇന്ന് തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഉച്ചയ്ക്ക് വന്നു, വൈകുന്നേരം ആകുമ്പോഴേക്കും നിങ്ങൾ കാരണം പറയണം. അത് ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങളുടെ സംഘടനാ സംവിധാനം അത് പരിശോധിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റിയൊക്കെ കൂടും. എന്താണ് കുറവ് എന്ന് കണ്ടെത്തി അങ്ങനെ തിരിച്ചു വന്നതാണല്ലോ. 2019 നിങ്ങൾ ചോദിച്ചില്ല ഇടതുപക്ഷത്തിന്റെ പ്രശസ്തി എന്നിട്ട് എന്തിയെ? ചരിത്രത്തിൽ ആദ്യമായി ഭരണ തുടർച്ചയിലേക്ക് ഞങ്ങൾ മുന്നേറിയപ്പോ, കരുത്തോടെ മുന്നേറിയപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ വാചകങ്ങൾ മാറ്റേണ്ടി വന്നില്ലേ? വളരെ നല്ലതാണ് അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ. കാരണം 2021 ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2021 ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, ഇവിടെ ഒക്കെ തന്നെയും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തുടർച്ച ഒരിക്കലുമില്ലാത്ത വിധം തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങേക്ക് ഞാൻ സമയം തന്നു, നമുക്ക് സമയക്കുറവുള്ളതാണ്. ഞാൻ ഒന്ന് MT രമേശിലേക്ക് പോയിക്കോട്ടെ. അദ്ദേഹം കോർ കമ്മിറ്റി യോഗം ഒഴിവാക്കി വന്നിരിക്കുകയാണ്. പറയൂ. ഞാൻ പറഞ്ഞത്, ഇവിടെ ഭൂരിപക്ഷ വർഗീയതയുടെ പേരും പറഞ്ഞ് BJPക്ക് ഗുണം കിട്ടി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പൊ BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷന്റെ അംഗീകരിച്ചു. ഇപ്പോ ഇവിടെ പന്തളം മുനിസിപ്പാലിറ്റിയുടെ കാര്യം ഇവിടെ ഓൾറെഡി ചർച്ചയുടെ ഭാഗമായിട്ട് വന്നു. അതുപോലെ തന്നെ പാലാ, ഈരാറ്റുപേട്ട എത്ര നേട്ടമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ഉണ്ടാക്കിയത്. അതുപോലെ സമാനമായിട്ട് കഴിഞ്ഞ ഇടുക്കി ജില്ലയിലടക്കം, കോട്ടയം ജില്ലയിലടക്കം കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ മുന്നേറ്റങ്ങൾ ഒന്നും ആവർത്തിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഏറ്റക്കുറച്ചിൽ കാര്യങ്ങൾ വരും. അപ്പൊ ഇവിടെ ഏതാണ്ട് വലിയ പരാജയത്തിലേക്ക് പോയി, അടിത്തറ പോയി LDFന്റെ എന്ന രൂപത്തിൽ നിങ്ങൾ ചിത്രീകരിക്കാനൊക്കെ നിൽക്ക്. അതിന്റെ കണക്കുകളൊക്കെ കൃത്യമായിട്ട് വന്നോട്ടെ. ഞാൻ ചോദിച്ചത്, വന്ന കണക്കുകളിൽ പാല പറഞ്ഞ നന്നായി,
പാലയിലും ഇടുക്കിയിലും ഒക്കെ നിങ്ങളെ സഹായിച്ച കേരള കോൺഗ്രസ് മാണി വിഭാഗം തകർന്നടിയുന്ന കാഴ്ചയും ഉണ്ടല്ലോ. ഞാൻ എം ടി രമേശിലേക്ക് പോകുന്നു. ശ്രീ എം ടി രമേശ്, നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് എളുപ്പത്തിൽ സാധ്യമാകുന്ന വിജയമാണ്. കാരണം പണമുണ്ട്, പദവിയുണ്ട്, അവിടുന്ന് കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് നന്നായി വരും. അങ്ങനെ നിങ്ങൾക്ക് തലസ്ഥാനം പിടിക്കാൻ കഴിയുന്നു. BJPക്ക് ആ തരത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നു. പിന്നെ വേണമെങ്കിൽ ചില ഘട്ടങ്ങളിൽ കേന്ദ്ര ഏജൻസിയെ വെച്ച് ഒന്ന് വിരട്ടുകയും ആകാം. ഇതാണോ നിങ്ങളുടെ ശൈലി? ഞാനത് പറയാം. അതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ, അത് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. UDF ഇന്നൊരു വിജയവും മേൽക്കോയ്മയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ UDF പ്രതിനിധികൾക്ക് കുറച്ച് സമയം കൂടുതൽ കൊടുക്കുന്നത് തെറ്റല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അവർ ജയിച്ച ദിവസമാണല്ലോ. ഇനി BJP ജയിച്ചാൽ ഞങ്ങൾക്ക് അവസരം നിങ്ങൾ തരാറില്ല. പക്ഷേ എന്നാലും UDF ജയിച്ചൊരു ദിവസം കുറച്ച് സമയം അവസരം കൊടുക്കുക. പക്ഷേ സ്മൃതി, ഒരു ചർച്ചയിൽ ഒരു പാർട്ടിയുടെ 3 പ്രതിനിധികളുടെ പാനലിസ്റ്റുകളായി കൊണ്ടിരുത്തുന്നതിൻ്റെ സാങ്കത്യം എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊരു ശരിയായ രീതിയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലും തുടക്കത്തിൽ അത് ചർച്ചയായി അങ്ങ് കൂട്ടല്ലേ? അത് രമേശ് ചെന്നിത്തല ആ ഘട്ടത്തിലൊന്ന് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ചർച്ചയായി അങ്ങ് കൂട്ടുകയേ വേണ്ട. അല്ല, ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച പ്രധാനപ്പെട്ട പാർട്ടികൾ എല്ലാവരും എന്ന നിലയ്ക്കാണ്. അങ്ങ് പറഞ്ഞോളൂ, സമയം തരാന്നേ. അല്ല, ആയിക്കോട്ടെ. പ്രധാനപ്പെട്ട പാർട്ടികൾ ഒരു മുന്നണിയുടെ ഭാഗമല്ല. ഞാനത് സൂചിപ്പിച്ചെന്ന് മാത്രം. എനിക്ക് പരാതിയൊന്നുമില്ല. ഞാൻ പരാതി പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഒന്ന്. രണ്ടാമത്, ഇപ്പോൾ പണമുണ്ട്, അധികാരമുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ച സമയത്ത് അവർ കേരളത്തിൽ ജയിച്ചതൊക്കെ ഈ പണവും പത്രാസും പദവിയും കൊണ്ടാണോ? അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കോൺഗ്രസ് ഇപ്പോൾ ഈ കഴിഞ്ഞ 11 വർഷമല്ലേ കോൺഗ്രസ് ഈ രാജ്യത്ത് പ്രതിപക്ഷത്തിരുന്നിട്ടുള്ളൂ. അതിന് മുമ്പേ 10 കൊല്ലം UPA ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് കേരളത്തിൽ കുറേ തെരഞ്ഞെടുപ്പുകൾ നടക്കുകയും ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ആ സമയത്ത് കേന്ദ്രത്തിൽ ഭരണത്തിൻ്റെ പദവിയും പത്രാസും പണവും കൊണ്ടാണോ കോൺഗ്രസ് ജയിച്ചിട്ടുള്ളത്? അപ്പം അതൊക്കെ ഒരു വെറുതെ ഇല്ലാത്തൊരു കാര്യം പറയലാണ്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് പണവും പത്രാസും പദവിയും നോക്കിയിട്ടാണോ? അങ്ങനെയാണോ നമ്മൾ ജനങ്ങളുടെ വോട്ട് ചെയ്യാനുള്ള ശീലത്തെ ഇളക്കുന്നത്? ജനാധിപത്യത്തെ പരിഹസിക്കുന്നത് തുല്യമല്ലേ? കേരളം പോലെ നിങ്ങളിപ്പോൾ എപ്പോഴും പറയാറുണ്ട് കേരളം ഏറ്റവും പ്രബുദ്ധമാണ് എന്ന് നിങ്ങൾ തന്നെയല്ലേ പറയാറ്. ആ പ്രബുദ്ധമായ കേരളത്തിൽ ആളുകൾ വോട്ട് ചെയ്യുന്നത് പണവും പത്രാസും പദവിയും നോക്കിയിട്ടാണോ? കേന്ദ്രഭരണത്തിൻ്റെ സ്വാധീനം കൊണ്ടാണോ? അപ്പോൾ അതിലർത്ഥമില്ല. രണ്ടാമത്, BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് ഞങ്ങളെ തോൽപ്പിക്കാനുള്ള ബോധപൂർവ്വ പരിശ്രമമുണ്ടായിരുന്നു. ആ പരിശ്രമം 2 പാർട്ടികളും ഒരുമിച്ചാണ്. അതിനെ അതിജീവിച്ച് ഇപ്പോൾ എൻ്റെ മുമ്പിൽ കണക്കുണ്ട്. പ്രാഥമികമായി കിട്ടിയിട്ടുള്ള കണക്കുകൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏതാണ്ട് 2100, 2200, 2300 വാർഡുകളിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് LDFും UDFും ഒരുമിച്ചാണ് ഞങ്ങളെ തോൽപ്പിച്ചത്. എങ്ങനെയാണ് ആ കണക്ക് കിട്ടുന്നത്? ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്ക് കിട്ടുന്ന വോട്ടും അതേ ഗ്രാമപഞ്ചായത്ത് വാർഡിൽ ജില്ലാ പഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും ആ പാർട്ടികൾ കിട്ടിയ വോട്ട് കണക്കാൻ നമുക്കറിയാം വോട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ലഭ്യമായ സൂചന അനുസരിച്ച് 2200 ഇപ്പോൾ തന്നെ മുഴുവൻ കണക്കുകൾ കൃത്യമല്ല. ഇപ്പോൾ കിട്ടിയ മുഴുവൻ കേരളത്തിലും എനിക്ക് വരുന്നിട്ടുള്ള റിപ്പോർട്ട് കണക്കനുസരിച്ച് ഇപ്പോൾ കിട്ടിയതനുസരിച്ച് തന്നെ ഏതാണ്ട് 2200 വാർഡുകളിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ CPMും കോൺഗ്രസും ഒരുമിച്ച് നിന്ന് വോട്ടിൻ്റെ പാറ്റേൺ അതാണ്. ഞങ്ങൾക്കിതറിയാം. അതിനെ ഓവർകം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ജയിച്ചിട്ടുള്ളത്. അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളത് ഞങ്ങൾക്ക് എളുപ്പമല്ല. കാരണം ഒരു 45-50% വോട്ടെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡിൽ പിടിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം 2 പ്രബലമായ പാർട്ടികളാണ്. കാലാകാലമായി ആ വാർഡിൽ ജയിച്ചു വന്നിട്ടുള്ള പാർട്ടികളാണ്, സ്വാധീനമുള്ള പാർട്ടികളാണ്. ആ പാർട്ടികൾ 2 പേരും ഒരുമിക്കുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ ഞങ്ങൾക്ക് ശരാശരി ഗ്രാമപഞ്ചായത്ത് വാർഡിൽ 45 മുതൽ 60% വരെ വോട്ട് പിടിക്കണം. അങ്ങനെ പിടിച്ചിട്ടാണ് ഞങ്ങൾ ജയിച്ചിട്ടുള്ളത്. ചെറിയ വിജയമല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് മുമ്പിൽ വലിയ ഹർഡിൽസ് ഉണ്ടായിരുന്നു. അതിനെ മറികടന്നുകൊണ്ടാണ് ഞങ്ങൾ ജയിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളിതിനെ കാണുന്നത് ഭാവിയിലും കേരളത്തിൽ CPM കോൺഗ്രസ് BJP വളരുന്നതിനനുസരിച്ച് CPMും കോൺഗ്രസും ഒരുമിക്കാനുള്ള സാധ്യത ഞങ്ങൾ കാണുന്നുണ്ട്. അതിനെയും ഓവർകം ചെയ്യാൻ കഴിയുന്നതിനുള്ള പരിശീലനം കൂടിയാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ ഭാവിയിൽ രൂപപ്പെടാൻ വേണ്ടി പോകുന്ന, അതിവിദൂരമല്ലാത്ത ഭാവിയിൽ രൂപപ്പെടാൻ വേണ്ടി പോകുന്ന ഇന്ത്യ സഖ്യമുണ്ട്, പരസ്യമായ ഇന്ത്യ സഖ്യം. ആ ഇന്ത്യ സഖ്യത്തെയും ഓവർകം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പല ഭാഗത്തായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം കാണിക്കുന്നത്. അത് ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ആണ്. പിന്നെ സ്വാഭാവികമായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം കോൺഗ്രസ് ആണ്. അസംബ്ലിക്കകത്ത് അവരാണ് പ്രതിപക്ഷം. അപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ആദ്യം പ്രതിഫലിക്കപ്പെടുക മുഖ്യ പ്രതിപക്ഷ കക്ഷിക്ക് അനുകൂലമാണ്. അത് സ്വാഭാവികമായിട്ടുള്ളൊരു ജനാധിപത്യ സാഹചര്യമാണ്. ഞങ്ങൾക്കതിൻ്റെ പ്രയോജനം കോൺഗ്രസിന് കിട്ടുന്ന പോലെയുള്ള പ്രയോജനം ഞങ്ങൾക്ക് കിട്ടില്ല. ഇതാണ്. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരായിട്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രചരണവും പ്രക്ഷോഭവും നടത്തിയ പാർട്ടി BJP ആണ്. ഞങ്ങളാണ് പ്രത്യക്ഷത്തിൽ സമരം നടത്തിയത്. ഞങ്ങളാണ് മഴയും വെയിലും കൊണ്ട് സെക്രട്ടറി സമരം ചെയ്തത്. ഞങ്ങളുടെ മകളാണ്. നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കാനായില്ല.
സ്മൃതി, നിങ്ങൾ പത്തനംതിട്ട റിപ്പോർട്ടോട് പന്തളം മുനിസിപ്പാലിറ്റിയിലെ ആ വോട്ടിംഗ് പാറ്റേൺ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് 3 സീറ്റ് നഷ്ടമായെന്ന് അറിയാൻ സാധിക്കും? അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്കൊരു 3 സീറ്റ് നഷ്ടമായതുകൊണ്ട് പന്തളത്ത് ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടു. പക്ഷേ തൃപ്പൂണിത്തുറ ഞങ്ങൾ പിടിച്ചു. തൃപ്പൂണിത്തുറ CPM-ൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് പിടിക്കാൻ വേണ്ടി സാധിച്ചു. പാലക്കാട് ഈ സംവിധാനം ഉണ്ടായിട്ട് ഇവരെ ഒരുമിച്ച് നിട്ടും ഞങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിച്ചു. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം വെച്ചാൽ ശബരിമല പ്രക്ഷോഭം ഉണ്ടായി, ഞങ്ങളാണ് മഴയും വെയിലും കൊണ്ട് സമരം നടത്തിയത്. പക്ഷേ അതിൻ്റെ ഒരു പ്രയോജനം ഞങ്ങൾക്ക് ജനം BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസിനും വോട്ട് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ കോൺഗ്രസ് ഒരു മുഖ്യ പ്രതിപക്ഷ പാർട്ടിയാകുന്ന സമയത്ത് BJP കിട്ടുന്നതിനേക്കാൾ അഡ്വാൻറ്റേജ് കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ടാവാം. അതിൻ്റെ അർത്ഥം BJPക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല, ഞങ്ങളൊരു 3ാമത്തെ കക്ഷിയാണ്. ഈ തേർഡ് ഓൾട്ടർനേറ്റീവ് എന്നുള്ളത് കേരളത്തിലില്ലായിരുന്നു. തേർഡ് ഓൾട്ടർനേറ്റീവിന് വിജയസാധ്യത ഇല്ല എന്നാണ് ഇവർ പ്രചരിപ്പിച്ചത്. BJP എഴുതി തള്ളുന്നു, BJP തള്ളുന്നു. ഏതായാലും ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ BJP എഴുതി തള്ളാൻ ആർക്കും സാധിക്കില്ല എന്ന് ബോധ്യമായല്ലോ. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭരണം ഇനി BJPയുടെ കയ്യിലാണ്. തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയർ ഇനി BJP-യാണ്. ഇവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും തിരുവനന്തപുരം നഗരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ് അധികാരം കൈയാളാൻ വേണ്ടി യാഥാർത്ഥ്യം ഏതായാലും ബാക്കി എന്തെല്ലാം നിങ്ങൾ പറഞ്ഞു തലസ്ഥാനത്തേക്ക് വരുമോ? അതൊക്കെയാണ് നിങ്ങൾ പ്രചാരണത്തിൽ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾ പറഞ്ഞ ഒരു വാക്കുപോലും ഞങ്ങൾ പിൻവലിക്കില്ല. തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് തിരുവനന്തപുരത്ത് ഞങ്ങൾ ഭരണത്തിനടുത്താണ്. ഈ പ്രാവശ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കൊടിയ അഴിമതിക്കെതിരായിട്ട് പ്രത്യക്ഷ സമരം നടത്തിയത് ഞങ്ങളാണ്. കോർപ്പറേഷനകത്തും കോർപ്പറേഷൻ പുറത്തും റോട്ടിലുമെല്ലാം ഞങ്ങളുടെ കൗൺസിലർമാരാണ്, ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരാണ് സമരം നടത്തിയത്. ആ സമരത്തിനുള്ള അംഗീകാരമായിട്ടാണ് കോർപ്പറേഷനിലെ ജനങ്ങൾ BJP അധികാരത്തിലെത്തിയത്. ഞങ്ങളുടെ തിരുവനന്തപുരം വികസിത തിരുവനന്തപുരം എന്ന രേഖ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് പ്രതിബദ്ധതയുണ്ട്. അത് ഞങ്ങൾ ഈ വരുന്ന 5 വർഷക്കാലം നടപ്പിലാക്കിയിരിക്കും. ശരി, ശ്രീ ഷംസുദ്ദീൻ, ഇപ്പോൾ ഈ പറയുന്ന BJP എങ്ങനെ ജയിച്ചു എന്നതിൽ നിങ്ങൾക്കുള്ള അഭിപ്രായം അങ്ങനെയല്ല യഥാർത്ഥത്തിൽ വിജയിച്ചത് എന്നാണ് MT രമേശ് അത് പറയുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ കാര്യത്തിൽ അത് ഒരു സത്യവുമാണ്. കാരണം അവിടുത്തെ സമരങ്ങളിൽ BJP ഉണ്ടായിരുന്നു, കോർപ്പറേഷൻ അഴിമതിക്കെതിരായുള്ള സമരം എന്നുള്ള അത് തുടർച്ചയായി തന്നെ BJP നടത്തുന്നുമുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എവിടെയൊക്കെ എങ്ങനെയൊക്കെ മുന്നേറണമെന്നതിൽ കൃത്യമായ ചില പ്ലാനുകളുണ്ട്. UDF-നെ സംബന്ധിച്ചിപ്പോൾ മുസ്ലിം ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ നടന്നു എന്നുള്ളത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അതുമാത്രം പോരല്ലോ. നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെയാണ് മാർഗങ്ങൾ? അല്ല, ഞങ്ങളതിൽ അങ്ങനെ ജാതീയമായോ മതപരമായിട്ടോ അതിനെ കാണുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ഈ CPM-ൻ്റെ നയനിലപാടുകളിലുള്ള പ്രതിഷേധം, പിണറായിയുടെ ഭരണത്തോടുള്ള അമർഷം ഒക്കെ ആണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായത്. പിന്നെ ഈ പറഞ്ഞതിനുള്ള റിയാക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം, അതുപോലെ തന്നെ BJP-യുമായി പലപ്പോഴും CPM സഹകരിച്ച ഒരുപാട് സന്ദർഭങ്ങൾ ഇപ്പം ഇതിന് നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടില്ലേ. അതിനൊക്കെ എതിരായ ഒരു അമർഷം ഉണ്ടാവും. ഇവിടെ അരുൺകുമാർ ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യാഞ്ഞിട്ടാണ് തോറ്റതെന്ന്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ലൈഫ് മിഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 1-2 ഫ്ലാറ്റ് ഉണ്ടാക്കിയ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഓരോ പഞ്ചായത്തിലും എത്രയോ ആളുകൾ വീടില്ലാതെ കാത്തു നിൽക്കുകയാണ്. അവർക്ക് വീട് കൊടുക്കാൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. പഞ്ചായത്തുകൾക്കുള്ള ഗ്രാൻഡ് പഞ്ചായത്ത് മെമ്പർമാരായിരുന്നവരോട് ചോദിക്കൂ. LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 7,000-8,000 രൂപ ബഡ്ജറ്റിൽ വെക്കും. പക്ഷെ പഞ്ചായത്തുകൾക്ക് കൊടുത്തത് 7,000-8,000 കോടി, 3,000 കോടിയിൽ താഴെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് നിങ്ങളൊരു പെൻഷൻ്റെ വർധനവ് ഒരു ഭാഗത്ത് പറയുമ്പോൾ രാജ്യത്തെ കോമൺ പീപ്പിൾ, സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരുപാട് ആനുകൂല്യങ്ങൾ കട്ട് ചെയ്തു. ഹൃദയ ശസ്ത്രക്രിയ അടക്കം ഇന്ന് സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും മുടങ്ങി. ഉച്ചക്കഞ്ഞിയുടെ പണം കൊടുക്കുന്നതിൽ പോലും ഗവൺമെൻറ് വീഴ്ച വരുത്തി. ഈ ക്ഷേമ പെൻഷനുകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ കിട്ടുന്ന ധാരാളം തൊഴിലാളികളുണ്ട്. വർഷക്കണക്കായിട്ട് ആ പൈസ മുടങ്ങി കിടക്കുകയാണ്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ DA കുടിശ്ശിക മുതലായ സംഗതിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റക്കുറിച്ചിൽ എന്ന് പറഞ്ഞ അരുൺകുമാർ വ്യത്യാസമല്ല. 10-12% വോട്ടിൻ്റെ വ്യത്യാസമാണ് LDF-ഉം UDF-ഉം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. സാധാരണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടാവാത്തതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച പ്രകടനം എപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നടത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരുന്ന 2026 യാതൊരു അഹങ്കാരവുമില്ലാതെ ജനം നൽകിയ ഈ ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ, അതായത് കേരളത്തിൽ തെക്കൻ ജില്ലകളിൽ പലയിടത്തും UDF തകർന്ന് തരിപ്പണമായി നിലംപരിശായി എന്നൊക്കെ ആയിരുന്നു പ്രചരണം.
അവിടെയാണ് പത്തനംതിട്ടയിലും ഇടുക്കിയിലും കോട്ടയത്തും കൊല്ലത്തും അടക്കം UDF നിവർന്നു നിന്നിട്ടുള്ളത്. ആ ഒരു ആത്മവിശ്വാസത്തിൽ ഞങ്ങൾ കേരളത്തിൽ UDFന്റെ ഭരണം തിരിച്ചു വരിക തന്നെ ചെയ്യും 2026. അത് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയാനുള്ളത്. ശരി, അരുൺ മറുപടി പറയാം. അല്ല, ഇവിടെ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് പത്രസമ്മേളനം നടത്തി പിണറായി സർക്കാർ 4,72,000 വീടേ കൊടുത്തുള്ളൂ എന്ന് സമ്മതിച്ച് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അതായത് ഒരു ദിവസം 133 വീടാണ്, ഒരു ദിവസം 120 പട്ടയമാണ്, ഒരു ദിവസം 89 പേർക്ക് സർക്കാർ ജോലിയാണ്. ഇത്തരം കാര്യം ഒരു ദിവസം 133 എന്ന് പറയുമ്പോൾ ദിവസം കൊണ്ടോ മാസം കൊണ്ടോ ഇതൊക്കെ ജനങ്ങളുടെ മുന്നിൽ അല്ല അതൊക്കെ താങ്കളുടെ ആഗ്രഹമാണ്. ഇതൊക്കെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഇതൊക്കെ ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും തരത്തിൽ ഞങ്ങൾ പരിശോധിച്ചോളാം. ഇതൊക്കെ ഞങ്ങൾ പരിശോധിച്ചോളാം. അല്ല 2021 അരുൺകുമാർ, ഇത് നിങ്ങളുടെ കടലാസിലേ ഉള്ളൂ, ഇത് കടലാസിലേ ഉള്ളൂ, ജനത്തിന് കിട്ടിയിട്ടില്ല. അതിന്റെ അമർഷം തന്നെയാണ് ചരിത്രത്തിൽ ആദ്യമായി ഭരണ തുടർച്ച കിട്ടിയത് എന്തുകൊണ്ടാ? അല്ലല്ല, ഇതൊക്കെ പരിഹരിക്കാൻ ഞങ്ങൾ 2021 കണ്ടതാണ്. തോളത്ത് കൈയിട്ടുണ്ടെങ്കിൽ ആക്രമിച്ചതല്ലേ 2021. എന്നിട്ട് എന്ത് പറ്റി? അപ്പോ ഞങ്ങൾ വർദ്ധിത ഭിത്തിയിലേക്ക് എറിഞ്ഞ റബ്ബർ പന്ത് തിരിച്ചു വരുന്നത് പോലെ, ഭിത്തിയിലേക്ക് എറിഞ്ഞ റബ്ബർ പന്ത് തിരിച്ചു വരുന്നത് പോലെ ഞങ്ങൾ വരും. കൃത്യമായി ജനങ്ങൾക്കിടയിലേക്കാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് കാണാം, ഇനി ഇരിക്കാം. ശരി, അപ്പോൾ നിങ്ങൾ കൂടി തുറന്നു പറയാൻ കൂടി തയ്യാറാവണം അരുൺ. എന്തായാലും 2 ദിവസത്തിന് ശേഷം അത് പഠിച്ച് പറയുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്തുകൊണ്ട് തോറ്റു എന്നതിന് മറുപടി അടുത്ത ചർച്ചയിലെങ്കിലും ഞാൻ അങ്ങിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. വളരെ നന്ദി ശ്രീ അബിൻ വർക്കി, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ശ്രീ MT രമേശ്, N ഷംസുദ്ദീൻ, അതോടൊപ്പം തുടക്കത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ രമേശ് ചെന്നിത്തല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.